ഇന്ന് എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ, എൻ്റെ കുടുംബത്തിൽ കർത്താവിൻ്റെ കരുണ വെളിപ്പെടുന്നില്ല? നമ്മളൊക്കെ തമ്പുരാന്റെ കാരുണ്യത്തിന് വേണ്ടി യാചിക്കുന്നു. ചിലവുണ്ട്, അച്ഛാ എത്ര നാളെ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട്, എത്ര വർഷമായി എൻ്റെ മകളുടെ വിവാഹ കാര്യം പറഞ്ഞും, എൻ്റെ മക്കൾക്ക് കുഞ്ഞുങ്ങളുണ്ടാകുന്ന കാര്യം പറഞ്ഞും, ഞങ്ങളുടെ വരുമാന മാർഗങ്ങൾ, ഒരു വീടിന് വേണ്ടിയൊക്കെ എത്രയോ നാളായി ദൈവത്തിൻ്റെ കാരുണ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട് ഒന്നും അങ്ങോട്ട് ശരിയായിട്ടില്ല എന്ന് പറയുന്ന അനേകരുണ്ട്. ഒന്നും അങ്ങോട്ട് ശരിയാകുന്നൊരു മട്ടുമില്ലെന്നാ പറയുന്നത്. ഇപ്പോഴത്തെ പോക്ക് കണ്ടിട്ട് അച്ഛാ ഒന്നും അങ്ങോട്ട് ശരിയാകുന്നു തോന്നുന്നില്ല എന്ന് പറയുന്ന അനേകരുണ്ട്. മക്കളെ, ദൈവത്തിന്റെ കാരുണ്യം നമ്മളിൽ വെളിപ്പെടാൻ നമ്മളിൽ സംഭവിക്കേണ്ട ഒരു വിഷയത്തെക്കുറിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇങ്ങനെയാണ് പറയുന്നത്. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തില് വളരെ മനോഹരമായിട്ട് അത് എഴുതി വെച്ചിട്ടുണ്ട്. 1847 ഖണ്ഡികയിൽ കാരുണ്യം നാം സ്വീകരിക്കാൻ നാം നമ്മുടെ അപരാധങ്ങൾ ഏറ്റുപറയണം. കർത്താവിന്റെ കാരുണ്യം ഞാനും നിങ്ങളും അനുഭവിക്കാൻ, സ്വന്തമാക്കാൻ, ആ കാരുണ്യത്താൽ എൻ്റെ ജീവിതവും എൻ്റെ കുടുംബവും വീണ്ടെടുക്കപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്നാന്ന് ചോദിച്ചാൽ, വചനം പറയുന്നത് എങ്ങനെയാണ്? അവിടുത്തെ കാരുണ്യം സ്വീകരിക്കാൻ നാം നമ്മുടെ പാപങ്ങൾ, നമ്മുടെ അപരാധങ്ങൾ ഏറ്റുപറയണം. നമ്മുടെ അപരാധങ്ങൾ ഏറ്റുപറയണം. നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുന്നിടത്തും നമ്മുടെ അപരാധങ്ങൾ ഏറ്റുപറയുന്നിടത്തുമാണ് തമ്പുരാന്റെ കരുണ നമ്മുടെ മേൽ വർഷിക്കും. അതുകൊണ്ടാണ് നമ്മുടെ പാപം അനാവരണം ചെയ്യപ്പെടുക. തമ്പുരാന്റെ മുമ്പില് തമ്പുരാൻ എനിക്ക് തെറ്റുപറ്റി എന്ന് പറയാൻ പറ്റും. ഒറ്റ വാക്ക് പറഞ്ഞ, ദൈവമേ എനിക്ക് തെറ്റുപറ്റി, ദൈവമേ എനിക്ക് വീഴ്ചയുണ്ടായി, ഞാൻ നിന്റെ സ്നേഹത്തിൽ നകന്നുപോയി എന്ന് പറയാൻ ഒരു ഏറ്റുപറച്ചിലിന് നമ്മൾ തയ്യാറായാൽ ആ നിമിഷം സ്വർഗത്തിന്റെ കരുണ നമ്മുടെ മേലും കുടുംബത്തിന്റെ മേൽ വർഷിക്കപ്പെടും. എത്രയോ ജീവിതങ്ങളുണ്ടെന്നറിയാവോ? തെറ്റാണെന്നറിയാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, പൊക്കൊണ്ടിരിക്കുന്ന വഴികള് പാപത്തിന്റെ വഴികളാണെന്നറിയാം. അതിപ്പോ ആത്മാവിന്റെ പ്രവർത്തനം കൊണ്ട്, പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്താലും ഒരുപക്ഷെ ഒരു ധ്യാനം കൂടുന്ന സമയത്തൊക്കെ കൃത്യമായ വെളിപ്പെടുത്തലൂടെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. മോനെ ഈ പോകുന്ന വഴി തെറ്റാ, നിർത്ത്, അത് ഉപേക്ഷിക്കും. എന്നാൽ ഉപേക്ഷിക്കാൻ തയ്യാറാകാത്തവരുണ്ട്. ചില അവിശുദ്ധ ബന്ധങ്ങളിൽ പെട്ടുകിടക്കുന്നവര്, ചില ദൈവം അനുവദിക്കാത്ത ബന്ധങ്ങളിലായിരിക്കുന്നവർ പറയും, മക്കളെ ഇത് തമ്പുരാൻ ആഗ്രഹിക്കുന്നില്ല. തമ്പുരാൻ അങ്ങനെ പറയുന്നത്, തമ്പുരാൻ ഇത് ആഗ്രഹിക്കുന്നില്ല. അല്ലെങ്കിൽ ചില ബിസിനസ് കാര്യങ്ങള്, ചില ജോലി മേഖലകള്, ചിലെടുക്കുന്ന തീരുമാനങ്ങള് ഇത് തമ്പുരാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല എന്നാണ് പരിശുദ്ധാത്മാവ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ പോലും അപ്പോ അവർ പറയുന്നത്, അതിപ്പോ ഞാൻ തീരുമാനിച്ചു പോയി, ഞാൻ ഉറപ്പിച്ചു പോയി, ഞാൻ ഇങ്ങനെ ആഗ്രഹിക്കുന്നു, ഇനിയിപ്പോ എന്ത് വന്നാലും ഞാൻ സഹിച്ചോളാം. ചിലർ പറയുന്ന കാര്യമാണ്, ഇനിയിപ്പോ എന്ത് വന്നാലും ഞാൻ സഹിച്ചോളാം, ഞാനല്ലേ തീരുമാനം. ചില പെൺകുട്ടികളൊക്കെ പ്രത്യേകിച്ച് ഇങ്ങനെ പ്രണയബന്ധവുമായിട്ട് ബന്ധപ്പെട്ട് മാതാപിതാക്കൾ കൂട്ടിക്കൊണ്ടുവരും. ചിലപ്പോ വിശ്വാസവുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ചിലരുമായിട്ടായിരിക്കും പ്രണയബന്ധത്തിൽ കിടക്കുന്നത്. ഇപ്പൊ കൂട്ടിക്കൊണ്ടുവരും, അച്ഛാ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കാവോ? ഇപ്പൊ ചില വിഷയങ്ങൾ പരിശുദ്ധാത്മാവ് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുമ്പോ, ഇതിപ്പോ ഞാനല്ലേ സ്നേഹിക്കുന്നത്, അവന്റെ കൂടെ ഞാനല്ലേ ജീവിക്കാൻ പോകുന്നത്, മാതാപിതാക്കളല്ലല്ലോ, അച്ഛനല്ലോ. അതുകൊണ്ട് എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ സ്വീകരിച്ചോ, അതിന്റെ വരുംവരായികളൊക്കെ ഞാൻ വഹിച്ചോളാം, ഞാനെടുത്ത തീരുമാനമല്ലേ. അപ്പോ ഒരു അഹങ്കാരത്തിന്റെ ധ്വനി കൊണ്ട് പാപമാണെന്ന് അറിയാമായിരുന്നിട്ടും ചില മേഖലകള് പാപത്തിന്റെ വഴികളിലൂടെയാണ് സഞ്ചരിക്കുന്നതെന്ന് ആയിരുന്നിട്ടും അതിൽ നിന്നും പിന്തിരിയാൻ, പുറത്തു വരാൻ വിസമ്മതിക്കുന്നവരുണ്ട്. ചില ദാമ്പത്യ അവിശ്വസ്തതകൾ, ചില ഒന്നാം പ്രമാണത്തിന്റെ കൽപ്പനകളുടെ ലംഘനങ്ങൾ, പച്ചയായ കൽപ്പനകളുടെ ലംഘനങ്ങൾ, വിശ്വാസത്തിന് നിരക്കാത്ത കാര്യങ്ങൾ, അതിനുവേണ്ടി പോകുന്ന ജീവിതങ്ങൾ, ചില അബോർഷൻ മൂലമുള്ള രക്തപാപങ്ങൾ, രക്തക്കറകൾ വീട്ടിൽ വീണിട്ടുള്ളത്, ചില മാതാപിതാക്കളുടെ കണ്ണുനീര് വീണിട്ടുള്ള കുടുംബങ്ങൾ, അർഹതപ്പെട്ടത് അല്ലാത്തതൊക്കെ വീട്ടിൽ ഇങ്ങനെ സുരക്ഷിതമായി സൂക്ഷിച്ചു വെച്ചുകൊണ്ടിരിക്കുന്ന ചില ജീവിതത്തിന്. അങ്ങനെ നോക്കുമ്പോൾ ചില പാപത്തിന്റെ മേഖലകളിൽ ഇങ്ങനെ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്ന ചില ജീവിതങ്ങളുണ്ട്. തെറ്റാണെന്നറിയാം, പലരിലൂടെ തെറ്റാണെന്ന് മനസ്സിലാക്കി കൊടുത്തു, എന്നിട്ടും തെറ്റിൽ എന്തേ വചനം പറയുന്ന പോലെ നീ എന്തേ തിന്മയിൽ തുടരുന്നു, അങ്ങനെ തിന്മയിൽ തുടരാൻ ആഗ്രഹിക്കുന്ന ചിലരുണ്ട്. വചനം പറയാണ്, ദൈവത്തിന്റെ കരുണ വെളിപ്പെടണോ, നിന്റെ പാപം അനാവരണം ചെയ്യപ്പെടേണ്ടതുണ്ട്. അവിടെയാണ് ദൈവത്തിന്റെ കരുണയും അവിടുത്തെ ദൈവത്തിന്റെ ക്ഷമയും ദൈവത്തിന്റെ സ്നേഹവും ഒക്കെ നിന്നിലേക്ക് സമൃദ്ധമായി ഒഴുകപ്പെടുന്നത്. നിന്നിലുള്ള പാപം അനാവരണം ചെയ്യപ്പെടുമ്പോൾ നീ പറയാണ്, തമ്പുരാൻ എനിക്ക് തെറ്റുപറ്റി,
ദൈവവചനത്താലും പരിശുദ്ധാത്മാവിനാലും പാപത്തിന്റെ മേഖലകളെ തിരിച്ചറിയുമ്പോ പൗലോസ്ലീഹ പോലും പറഞ്ഞില്ലേ, ഞാൻ പാപികളിൽ ഒന്നാമനാണെന്ന്. അപ്പാ എനിക്ക് തെറ്റുപറ്റി എന്ന് വിളിച്ചു പറയാൻ തക്ക വിധത്തിൽ ഒരു ഏറ്റുപറച്ചിലിന് തയ്യാറാകുമുണ്ടല്ലോ. ആ നിമിഷം നമ്മുടെ മേൽ ചൊരിയപ്പെടുന്ന ദൈവത്തിന്റെ കരുണയുണ്ടല്ലോ മക്കളെ, അത് ചിന്തിക്കാവുന്നതിനപ്പുറം. ആ കാരുണ്യം വെളിപ്പെടുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്നറിയാവോ? നിന്റെ ജീവിതത്തിൽ ആ പാപം മൂലം അടഞ്ഞു പോയത്, നിന്റെ അഹങ്കാരം മൂലം അടഞ്ഞു പോയത്, നിന്റെ അജ്ഞത മൂലം അടഞ്ഞു പോയത്, ആ മേഖലകളെല്ലാം ഒരൊറ്റ നിമിഷം കൊണ്ട് തുറക്കപ്പെടുകയാണ്. തമ്പുരാന്റെ കരുണ വെളിപ്പെടുമ്പോ അന്നോളം അടഞ്ഞു കിടന്നതൊക്കെ, നിന്റെ പാപത്തിന്റെ മേഖല മൂലം അടഞ്ഞു പോയതെല്ലാം ഒരൊറ്റ നിമിഷം കൊണ്ട് തുറക്കപ്പെടുകയാണ്. അതുകൊണ്ടാണ് 1 യോഹന്നാൻ അതിന്റെ 1-ാം അധ്യായം 8-ാമത്തെ വചനം പറയുന്നുണ്ട്, നമ്മളിൽ പാപമില്ല എന്ന് പറഞ്ഞാൽ അത് ആത്മവഞ്ചനയാകും. നമ്മൾ പാപമില്ല, എനിക്ക് പാപമൊന്നുമില്ല. ചിലവരൊക്കെ 2-3 വർഷങ്ങളൊക്കെ കുമ്പസാരിക്കാതിരുന്നിട്ട് ചിലപ്പോ കൂട്ടിക്കൊണ്ടുവരും. സാധാരണ കൊണ്ടുവന്ന ജീവിത പങ്കാളി ആയിരിക്കും കൂട്ടിക്കൊണ്ടുവന്ന്. അച്ഛാ, എൻ്റെ ഭർത്താവ് കുമ്പസാരിച്ചിട്ട് ഇത്രയും വർഷമായതൊക്കെ. അപ്പോൾ നമ്മൾ പറയും, ഇത്രയും വർഷമായാലും കുമ്പസാരിക്കുന്നല്ല. ഞാൻ പാപമൊന്നും ചെയ്യുന്നില്ല, ഞാൻ ഇച്ചിരി കുടിക്കും, ഞാൻ ഇച്ചിരി വലിക്കും, ഞാൻ വീട്ടിൽ വന്ന് ചിലപ്പോൾ എനിക്ക് ദേഷ്യം വന്ന് എന്തെങ്കിലുമൊക്കെ പറയും, അല്ലാതെ ഞാനെന്ത് പാപം ചെയ്യുന്നത്? അതായത് ചെയ്തുകൊണ്ടിരിക്കുന്നതൊന്നും പാപമല്ല എന്ന് ന്യായീകരിക്കുന്ന രീതിയിൽ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു അഹങ്കാര ചിന്ത, ഞാനെന്നുള്ള ഭാവങ്ങൾ, എനിക്ക് എന്തും ചെയ്യാമെന്നുള്ള ചിന്ത, അത് ഇങ്ങനെ നമ്മളെ ഭരിക്കുമ്പോൾ സംഭവിക്കുന്നത്, പാപം നമ്മൾ അനാവരണം ചെയ്യില്ല, അവിടെ കിടന്നോട്ടെ. ആ അനാവരണം ചെയ്യാത്തിടത്തോളം കാലം സംഭവിക്കുന്നത് ദൈവത്തിന്റെ കരുണ ഒഴുകുകയില്ല. പാപം അനാവരണം ചെയ്യാതിരിക്കുന്നത് നമ്മൾ തമ്പുരാന്റെ കാരുണ്യത്തെ ഇങ്ങനെ അടച്ചു പിടിക്കുന്നു. തമ്പുരാൻ ഇങ്ങനെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, മഴ പെയ്തുകൊണ്ടിരിക്കുകയെന്ന് വിചാരിക്കും. മഴ പെയ്യുമ്പോൾ നമ്മൾ വെറുതെ ഇറങ്ങി നിന്നാലും നമ്മൾ ആ മഴ നമ്മുടെ ശരീരത്തിൽ വിടും, ആ ജലം നമ്മുടെ ശരീരത്തിൽ വീടും. ഇനി നമുക്ക് ഈ പെയ്തുകൊണ്ടിരിക്കുന്ന മഴയെ തടസ്സപ്പെടുത്താൻ ഒരു വഴിയുണ്ട്, നമ്മളൊരു കൊടയായിട്ട് പുറത്തേക്ക് ഇറങ്ങിയാൽ മതി. ഇപ്പൊ നമ്മുടെ ശരീരത്തിൽ ഒരു തുള്ളി വെള്ളം പോലും വീഴാതിരുന്നു എന്ന് പറയുന്ന പോലെ ദൈവത്തിന്റെ കരുണ, അനന്തമായ കരുണ നിരന്തരമായി നമ്മുടെ മേലും നമ്മുടെ കുടുംബങ്ങളുടെ മേലും വർഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ചിലര് ഇങ്ങനെ കൊട പിടിച്ചു നിൽക്കുന്ന പോലെയാണ്. പാപത്തിൽ നിന്നും പിന്തിരിയാതെ, പാപത്തെ ഓർത്ത് അനുതപിക്കാതെ, പാപത്തെ അനാവരണം ചെയ്യാതെ, പാപത്തെ ഏറ്റുപറയാതെ, ഇങ്ങനെ ദൈവത്തിന്റെ കാരുണ്യത്തെ നിരന്തരം മറച്ചു പിടിച്ചിട്ട് ഇങ്ങനെയൊക്കെ എനിക്ക് പോകാൻ പറ്റുള്ളൂ എന്ന് പറയുന്നവരുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് 1 യോഹന്നാൻ 1-ന്റെ 9-ാമത്തെ വചനത്തിൽ ഇങ്ങനെയാണ് എഴുതി വെച്ചിരിക്കുന്നത്, എന്നാൽ നാം പാപങ്ങൾ ഏറ്റുപറയാൻ തയ്യാറാണെങ്കിൽ, നമ്മൾ പാപങ്ങൾ ഏറ്റുപറയുന്നെങ്കിൽ അവൻ വിശ്വസ്തനും നീതിമാനുമാകയാൽ പാപങ്ങൾ ക്ഷമിക്കുകയും എല്ലാ അനീതികളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുകയും ചെയ്യും. കണ്ടോ, നാം പാപങ്ങൾ ഏറ്റുപറയാൻ തയ്യാറാണെങ്കിൽ, നമ്മൾ ഒന്ന് ഏറ്റുപറയാൻ തയ്യാറായാൽ മതി. തയ്യാറാണെങ്കിൽ തമ്പുരാൻ നീതിമാനും വിശ്വസ്തനാണ്. തമ്പുരാൻ നീതിമാനും വിശ്വസ്തനുമാകിയാൽ നമ്മുടെ എല്ലാ പാപങ്ങളിൽ നമ്മളെ ശുദ്ധീകരിക്കുന്നു. അപ്പൊ ഈ പാപം അനാവരണം ഏറ്റുപറയാന്ന് പറഞ്ഞാൽ അത് അനാവരണം ചെയ്യും. മറച്ചു പിടിച്ചിരുന്നത്, അടച്ചു കളഞ്ഞത്, ആരും കാണാതെ സൂക്ഷിച്ചതൊക്കെ നമ്മൾ ഇതാ തമ്പുരാന്റെ മുമ്പിൽ ഇങ്ങനെ ഇറക്കി വെക്കുക, അനാവരണം ചെയ്യും. അനാവരണം ചെയ്യപ്പെടുമ്പോ എന്താ സംഭവിക്കും? ദൈവത്തിന്റെ കരുണ ഒഴുകുക. അത്ര ജീവിതങ്ങൾ എന്നറിയാവോ? പലപ്പോഴും ഈ ധ്യാനത്തിനൊക്കെ വരുമ്പോ കാരിസ്മയില് നമുക്ക് താമസിച്ചുള്ള ധ്യാനങ്ങളുണ്ട്. അപ്പൊ താമസിച്ചുള്ള ധ്യാനങ്ങൾക്കൊക്കെ, പ്രത്യേകിച്ച് യുവജനങ്ങളുടെ ധ്യാനത്തിനൊക്കെ ആണെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് മെസ്സേജ് എടുക്കുന്ന, സന്ദേശങ്ങൾ എടുക്കുന്ന കൗൺസിലേഴ്സിനെയാണ് നമ്മൾ സാധാരണ കൊണ്ടുവരുന്നത്. കാരണം യുവജനങ്ങളെയൊക്കെ അല്ലെങ്കിൽ കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഈ മെസ്സേജ് എടുക്കുന്ന സമയത്ത്, കൃത്യമായ സന്ദേശങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഷാർപ്പായിട്ട് ചില പാപകരമായ ബന്ധങ്ങളിലായിരിക്കുന്നത്, ചില അവിശുദ്ധ ബന്ധങ്ങളിൽ കഴിയുന്നത് ഞാൻ ഓർക്കുകയാണ്. ഒരിക്കൽ കേരളത്തിന് പുറത്ത് ഒരു ധ്യാനത്തിന് പോയപ്പോൾ കേരളത്തിൽ നമ്മൾ കൗൺസിലേഴ്സിനെ കൂടെ കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയി കൗൺസിലിങ്ങിന് കൊണ്ടുപോയ സമയത്ത് ഇങ്ങനെ ഒരു നഴ്സിംഗ് കോളേജിൽ ഒരു ധ്യാനമായിരുന്നു. അപ്പൊ ഇങ്ങനെ ധ്യാനം നടക്കുക, ഇതിനിടയ്ക്ക് കൗൺസിലിംഗ് നടക്കുന്നു. അപ്പൊ ഞാൻ വചന ശുശ്രൂഷ 2 ദിവസം ധ്യാനമുള്ളൂ, വചന ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുന്നു, അതിനിടയ്ക്ക് കൗൺസിലിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഈ ഇതിനിടയ്ക്ക് ഞാൻ തന്നെയായിരുന്നു 2 ദിവസം മുഴുവൻ ധ്യാനം നടത്തിക്കൊണ്ടിരുന്നത്. അപ്പൊ അതിനിടയ്ക്ക് ആകെ ഗ്യാപ്പ് എന്ന് പറയുന്നത്, ഭക്ഷണം കഴിക്കാൻ വിടുന്നത് ഇന്റർവെലിന്റെ ഗ്യാപ്പ് ഇത്രയേ ഉള്ളൂ നമുക്ക് കിട്ടുന്നൊരു ഇന്റർവെൽ ടൈം. ഇപ്പൊ കൗൺസിലർ, അച്ഛാ ഒരു കൊച്ചിനെ സ്പെഷ്യലായിട്ട് അച്ഛൻ കണ്ടിട്ടേ പോകാവൂ, ഒരു ഡെലിവറൻസ് പ്രാർത്ഥന നടത്തണം, അതുപോലെ കെട്ടപ്പെട്ട ഒരു അവസ്ഥയിലാണ് ഈ പെങ്കൊച്ച് കിടക്കുന്നത്, അച്ഛാ പ്രത്യേകം ഒന്ന് പ്രാർത്ഥിക്കണോട്ടാന്ന് പറഞ്ഞു.
അപ്പൊ നമ്മൾ ഇന്റർവെൽ സമയത്ത് ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യ്, ലഞ്ച് ബ്രേക്കിന്റെ സമയത്ത് ആ പെങ്കുച്ചിനെ കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പൊ അവള് വന്നോളൂ എന്ന് പറഞ്ഞു. അവള് ചോദിച്ചു, ഞാൻ പറഞ്ഞപ്പോൾ അവള് പറഞ്ഞു ഇങ്ങനെ കാണും. അങ്ങനെ ഈ പെങ്കുച്ച് ലഞ്ച് ബ്രേക്കിന്റെ സമയത്ത് പ്രാർത്ഥിക്കാനായിട്ട്, ഇപ്പോൾ ഞാൻ അവിടെ ഇങ്ങനെ മുറികളൊക്കെ ഉണ്ട് താഴെ, ഞാൻ അങ്ങോട്ട് ചെന്നു പ്രാർത്ഥിക്കാനായിട്ട്. അപ്പോൾ ചില മേഖലകളൊക്കെ എൻ്റെ അടുത്ത് ഓൾറെഡി കൗൺസിലർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അച്ഛൻ ഇന്ന മേഖലകൾ അച്ഛൻ ഒരു ഡെലിവറൻസ് പ്രെയർ തന്നെ നടത്തണം, ഇങ്ങനെ ബന്ധിക്കപ്പെട്ട് കിടക്കും. അപ്പോൾ അധികം പ്രായമൊന്നുമില്ല, നഴ്സിങ്ങിന് ചേർന്നിട്ടുള്ള കൊച്ചാണെന്ന് ഓർക്കണം, 18-19 വയസ്സൊക്കെ പ്രായമുള്ളൂ. അപ്പം ഇങ്ങനെ പ്രാർത്ഥിക്കാൻ ഇങ്ങനെ പറഞ്ഞ വിഷയം വെച്ച് ഞാൻ ബ്രേക്ക് ചെയ്യാൻ ബന്ധിക്കാൻ തുടങ്ങിയപ്പോഴേ ഈ പെങ്കൊച്ച് അവിടെ കടന്ന് ഇങ്ങനെ അലറാനും കാറാനും കൂകാനൊക്കെ തുടങ്ങി. പിന്നെ നിലത്ത് കടന്ന് ഇങ്ങനെ നമ്മൾ പറയും പാമ്പഴയുന്ന പോലെ അഴഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ കൗൺസിലർ ഉണ്ടായിരുന്നു അപ്പുറത്ത് മുതൽ, കൗൺസിലറും കൂടി വന്നു. പിന്നെ 1-2 പിള്ളേരും കൂടി ഓടി വന്നു. അവിടെ തന്നെ അവരത് കണ്ടപ്പോൾ പേടിച്ചു, അവരാദ്യമായിട്ട് കാണുന്നതാണ്. അപ്പോൾ ഞാൻ ആ പിള്ളേരെ 1-2 പേര് ഞാൻ പറഞ്ഞു ഇങ്ങനെ പേടിക്കൊന്നും വേണ്ട, അവിടെ നിന്ന് നമ്മൾ പ്രാർത്ഥിക്കാം. അപ്പോൾ കൗൺസിലറും കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയ ചില വിഷയങ്ങൾ കൃത്യമായിട്ട് പരിശുദ്ധാത്മ വെളിപ്പെടുത്തിയ വിഷയങ്ങളാണ് പ്രാർത്ഥിക്കാൻ തുടങ്ങിയത്. ഈ 18-19 വയസ്സ് പ്രായമുള്ള പെങ്കുച്ച് ഈ പ്രായത്തിലെ തന്നെ ഒരു റിലേഷൻഷിപ്പിലേക്ക് പോയിട്ട് ആ റിലേഷൻഷിപ്പ് ദൈവം അനുവദിക്കാത്ത റിലേഷൻഷിപ്പില് പല പ്രാവശ്യം ശരീരത്തിന്റെ പരിശുദ്ധി നഷ്ടപ്പെടുത്തുന്ന ഒരു പാപത്തിന്റെ ബന്ധനത്തിൽ ഈ പെങ്കുച്ച് കിടക്കുക. അതുകൊണ്ടാണ് ഇപ്പൊ പഠിക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ കൊച്ചിന്റെ പ്രശ്നം, കൊച്ചു പഠിക്കാൻ പറ്റുന്നില്ലെന്നും പറഞ്ഞുകൊണ്ടാണ് ഈ കൗൺസിലിങ്ങിന് വരുന്നത്. എനിക്ക് പഠിച്ചൊന്നും തലയിലിരിക്കുന്നില്ല, എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല, പഠിച്ചൊന്നും ഓർത്തിരിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ പെങ്കൊച്ച് കൗൺസിലിങ്ങിന് വരുന്നത്. പ്രാർത്ഥിക്കാൻ തുടങ്ങി ആദ്യത്തെ മെസ്സേജ് പരിശുദ്ധാത്മാവ് കൗൺസിലൂടെ കൊടുത്തത് ഈ ഒരു വിഷയം. അവൻ കൊടുത്ത സാധനങ്ങള് അതെല്ലാം ഇങ്ങനെ മുറിയിൽ അതെല്ലാം എടുപ്പിച്ചു. തീർച്ചയായിട്ടും അതെല്ലാം എടുത്ത് ഞങ്ങൾ വേസ്റ്റ് ചെയ്യിപ്പിച്ചു. കുറേ സാധനങ്ങള് കുറെ വർഷങ്ങളായി, 3-4 വർഷങ്ങളായിട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു റിലേഷൻഷിപ്പാണ്. ഒരു വിവാഹ ജീവിതത്തിലേക്കൊന്നും പ്രവേശിച്ചിട്ടില്ല. പക്ഷെ അതിനു മുമ്പ് തന്നെ ആലോചിക്കണം, അതിനു മുമ്പ് തന്നെ ഒരു ദാമ്പത്യത്തിൽ സംഭവിക്കേണ്ടതെല്ലാം തന്നെ സംഭവിച്ചു കഴിഞ്ഞു. എല്ലാം തന്നെ സംഭവിച്ചു. ആ തിന്മ, ആ നമ്മൾ പറയില്ലേ വചനം പറയുന്നത് വ്യഭിചാരത്തിന്റെ ദുർഭൂതം അവൾ കുടികൊള്ളുക. ഈ മേഖല അങ്ങോട്ട് ബന്ധിക്കാൻ തുടങ്ങിയപ്പോ, ആ തിന്മയെ ബന്ധിക്കാൻ തുടങ്ങിയപ്പോ ഈ പെങ്കൊച്ചിനെടുത്തിട്ട് അങ്ങോട്ട് അടിക്കാൻ തുടങ്ങി പിശാച്. നമ്മൾ അലറി വിളിച്ചുകൊണ്ട് തള്ളിയിട്ടിട്ട് പോയെന്നൊക്കെ പറയില്ല, എന്ന് പറയുന്നത് തള്ളിയിട്ടിട്ട് പോകാൻ തുടങ്ങി. ഇനി ആ മേഖലയിൽ അവളെ അതോടുകൂടി ഡെലിവറൻസ് കിട്ടി. ആ ബന്ധം കംപ്ലീറ്റ് ആയിട്ട് ഉപേക്ഷിച്ചു. അവൻ കൊടുത്തതെല്ലാം എടുത്ത് കത്തിച്ച് നശിപ്പിച്ചു കളഞ്ഞു. ആ ഓർമ്മകളിൽ പോലും ആ ഒരു വിശുദ്ധീകരണം നടത്തി. പിന്നെ കുമ്പസാരം വിശുദ്ധ കുർബാനയൊക്കെ ഉണ്ടായിരുന്നുണ്ട്, അതിലേക്കൊക്കെ ഈ പെങ്കൊച്ച് കടന്നുപോയി. ഇത് കഴിഞ്ഞിട്ട് പിന്നീട് ഈ പെങ്കൊച്ചിനെ കണ്ടപ്പോ ഈ പെങ്കൊച്ച് പറഞ്ഞാണ്, ആ ഒരു ശുശ്രൂഷയിലൂടെ എന്താ സംഭവിച്ചതെന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷേ എന്റെ ജീവിതത്തിൽ നിന്ന് എന്തോ ഒരു ഭാരം ഇറങ്ങിപ്പോയതുപോലെയായിരുന്നു. ആ ബന്ധം പൂർണ്ണമായിട്ട് ആ പെങ്കൊച്ച് ഉപേക്ഷിച്ചു. കംപ്ലീറ്റ് ആ ബന്ധത്തിൽ നിന്ന് പുറത്തു വന്നു. കൊച്ചിന് പഠനത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റി, ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ ശ്രദ്ധ കൊടുക്കാൻ പറ്റി. ഇതുപോലെ തന്നെ സമാനമായ ചില പാപത്തിന്റെ ഇങ്ങനെ ബന്ധനത്തിൽ കിടക്കുന്ന കുടുംബങ്ങളുണ്ട്. കുടുംബമായിട്ട് ബന്ധനത്തിൽ കിടപ്പുണ്ട്. അതുകൊണ്ട് എന്താ ചെയ്യുന്ന കാര്യങ്ങളൊന്നും അനുഗ്രഹം പ്രാപിക്കുന്നില്ല. കുടുംബമായിട്ട് ചിലപ്പോൾ 1-ാം പ്രമാണത്തിന്റെ ലംഘനങ്ങളാകാം, സത്യവിശ്വാസത്തിന് നിരക്കാത്ത ചില മേഖലകളിലേക്ക് പോയതാകാം, മന്ത്രവാദം, കൂടോത്രം, ആഭിചാരക്രിയകള്, അങ്ങനെയുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വിശ്വാസത്തിൽ നിന്നും വ്യതിചലിക്കുന്നത് എന്തും പാപമാണെന്ന് പൗലോസ് റോമാസഭയോട് പറഞ്ഞില്ലേ എന്ന് പറയുന്ന പോലെ, വിശ്വാസത്തിൽ നിന്നും വ്യതിചലിച്ച് ഏക സത്യ ദൈവമായ യേശു ക്രിസ്തുവിനെ ഉപേക്ഷിച്ച് കടന്നുപോയ ജീവിതത്തിന്റെ എല്ലാ വഴികളും ഈ ലോകത്തിന്റെ സൗഭാഗ്യത്തിന് വേണ്ടി, ഈ ലോക ജീവിതത്തിൻ്റെതായ ഭൗതികമായ ലൗകികമായ നേട്ടത്തിന് വേണ്ടി ക്രിസ്തുവിനെ ഉപേക്ഷിച്ച് കടന്നുപോയ എല്ലാ വഴികളും പാപത്തിന്റെ വഴികളാണ്. പിശാച് കെട്ടിവെച്ച അല്ലെങ്കിൽ അധികാരമെടുത്ത വഴികളാണ്. അങ്ങനെ സാത്താൻ ഇങ്ങനെ അധികാരമെടുത്ത് നിൽക്കുന്ന മേഖലകളുണ്ട്. അതായത് ബോധപൂർവം പാപത്തിലേക്ക് ചില ജീവിതങ്ങൾ സമർപ്പിച്ചിട്ട് പിന്നെ എന്നെ സംഭവിക്കുന്നതെന്ന് അറിയാവോ, പിന്നെ ചെയ്യുന്ന കാര്യങ്ങളിലൊന്നും ദൈവത്തിന്റെ കരുണ വെളിപ്പെടുന്നില്ല. കാരണം എന്താ, ഇത് മറച്ചു പിടിച്ചേക്കുക. ധ്യാനം കുറെ കൂടുന്നുണ്ട്. എല്ലാ 6 മാസം കൂടുമ്പോൾ ധ്യാനം കൂടുന്നുണ്ട്. ഇവിടെ പോയി ധ്യാനം കൂടുന്നു, അവിടെ പോയി ധ്യാനം കൂടുന്നു. എല്ലാ കേരളത്തിൽ അറിയപ്പെടുന്ന എല്ലാ ധ്യാന കേന്ദ്രങ്ങളിലും പോയി ധ്യാനം കൂടുന്നുണ്ട്. അറിയപ്പെടുന്ന ധ്യാന ഗുരുക്കന്മാരുടെ കൈവപ്പ് പ്രാർത്ഥനയെ സ്വീകരിക്കുന്നുണ്ട്. ഇതെല്ലാം ചെയ്തിട്ടും കുടുംബം അനുഗ്രഹിക്കപ്പെടും. ചില ജീവിതത്തിന്റെ മേഖലകൾ ഇന്നും അടഞ്ഞു കിടക്കുക, അനുഗ്രഹിക്കപ്പെടുന്നില്ല. അതിന് കാരണം എന്താ, ചില മേഖലകൾ ഇന്നും തുറന്നു പിടിച്ചിട്ട് ഇങ്ങനെ അടച്ചു പിടിച്ചു. ദൈവത്തിന്റെ കരുണ വെളിപ്പെടാൻ തക്ക വിധത്തിൽ ചില മേഖലകളിൽ പാപം ഇങ്ങനെ ഒളിപ്പിച്ചു വെച്ചിട്ട് അത് അനാവരണം ചെയ്യപ്പെടാത്തത് കൊണ്ട് ആ പാപത്തിന്റെ മേൽ ഒരു ഏറ്റുപറച്ചില് വ്യക്തിപരമായും കുടുംബമായും സംഭവിക്കാത്തതിന്റെ പേരിൽ ആ മേഖലയിൽ ദൈവത്തിന്റെ കരുണ വെളിപ്പെടുന്നില്ല. കരുണ വെളിപ്പെടണമെങ്കിൽ പാപം അനാവരണം ചെയ്യപ്പെടണം. അപ്പൊ അങ്ങനെ കടന്നു പോകുന്ന ഒത്തിരി കുടുംബങ്ങളുണ്ട്.
പ്രത്യേകിച്ച് കുടുംബാംഗങ്ങൾ വഴി വന്നത്, വ്യക്തി ജീവിതത്തിലൂടെ വന്ന ചില പാപത്തിന്റെ മേഖലകൾ, ഇതൊക്കെ അനാവരണം ചെയ്യപ്പെടാതെ അതിങ്ങനെ താലോലിച്ചും അതിനൊക്കെ ഇങ്ങനെ യെസ്സും മൂളിയും കടന്നു പോകുന്ന ചില ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടാതെ പോകും. ദൈവത്തിന്റെ കരുണ വെളിപ്പെടും. ഒരാത്മാവിനെ കർത്താവിന്റെ സ്വന്തമാക്കാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. എന്റെയും നിങ്ങളുടെ ആത്മാവിനെ ദൈവം തന്റെ കരുണക്കടലിൽ മുക്കിയെടുത്ത് സ്വർഗത്തിന്റെ അവകാശികളായി യേശുക്രിസ്തു തന്റെ കാൽവരി ബലിയിലൂടെ പൂർത്തിയാക്കി. പിശാച് ചെയ്യുന്നതെന്നറിയാവോ? നമ്മളെ പാപത്തിൽ കെട്ടിയിടും. പിശാച് നമ്മളെ പാപത്തിന് നിർബന്ധിക്കും, പാപത്തിന് പ്രേരിപ്പിക്കും. എന്നിട്ട് ഈ പാപത്തിൽ കെട്ടിയിട്ടിട്ട് സംഭവിക്കുന്നതെന്നറിയാവോ? നമ്മൾ ഒരിക്കലും ദൈവത്തിന്റെ ഈ കരുണയുണ്ടല്ലോ, വീണ്ടെടുക്കുന്ന സ്നേഹമുണ്ടല്ലോ, സ്വർഗത്തിന്റെ നിത്യജീവന്റെ അവകാശികളാക്കി നമ്മളെ മാറ്റിയ ആ ദൈവത്തിന്റെ അനന്തമായ കാരുണ്യമുണ്ടല്ലോ, അതിലേക്ക് പ്രവേശിക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മളിങ്ങനെ ബന്ധിച്ചിട്ട് ഇങ്ങനെ അടച്ചു പിടിക്കും. അപ്പൊ നമുക്കറിയില്ല ദൈവത്തിന്റെ കാരുണ്യം എന്നെ വീണ്ടെടുത്ത കാരുണ്യമാണ്. 2 കൊരിന്ത്യർ 4:4 നമ്മളതിൽ വായിക്കുന്നത്, ഈ ലോകത്തിന്റെ ദേവൻ ദൈവമക്കളുടെ മനസ്സിനെ അന്ധമാക്കി. അതുകൊണ്ട് എന്താ? യേശുക്രിസ്തുവിലൂടെ വെളിപ്പെട്ട ആ സ്വർഗത്തിന്റെ രഹസ്യവും കരുണയുണ്ടല്ലോ, അത് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ മനസ്സിനെ പിശാച് അന്ധമാക്കിയിട്ടിരിക്കുക. അനേകം ജീവിതങ്ങളോട് ഇങ്ങനെ അന്ധമായി പോയത് ദൈവത്തിന്റെ കരുണ. അതുകൊണ്ട് ഒരിക്കൽ പാപം ചെയ്തു, അതുകൊണ്ട് ജീവിതം തകർന്നു എന്ന് ചിന്തിക്കുന്നവരുണ്ട്. ഒരിക്കൽ തെറ്റ് ചെയ്തു, അതോടുകൂടി എക്കാലവും തമ്പുരാൻ നമ്മളെ ശിക്ഷിക്കുമെന്ന് ചിന്തിക്കും. ഒന്നുമില്ല. നീ പാപങ്ങൾ ഏറ്റുപറയാൻ തയ്യാറാണെങ്കിൽ കർത്താവ് നീതിമാനും വിശ്വസ്തനുമാകയാൽ സകല പാപങ്ങളിൽ നിന്നും നിന്നെ ശുദ്ധീകരിച്ചു വീണ്ടെടുക്കുന്ന വചനം പറയുന്നത്. ഇപ്പൊ നീ ഏറ്റുപറയാൻ തയ്യാറാകണം. അവിടെയാണ് പാപം അനാവരണം ചെയ്യപ്പെടും. എവിടെയാണെങ്കിൽ നമുക്ക് ഒളിച്ചു വെക്കാൻ പറ്റില്ല. ഒളിച്ചു വെച്ചുകൊണ്ട് പാപം മറച്ചു പിടിച്ചുകൊണ്ട് ദൈവമേ കരുണ ഒഴുകണമേ, ദൈവമേ നിന്റെ കരുണ വർഷിക്കണമേ, ദൈവമേ നിന്റെ കാരുണ്യം എന്റെ മേൽ ചൊരിയണമേ, എന്റെ കുടുംബത്തിന്റെ മേൽ ദൈവത്തിന്റെ കരുണ ചൊരിയണമേ എന്ന് നമ്മൾ എത്ര വട്ടം, നാഴികയ്ക്ക് 40 വട്ടം പ്രാർത്ഥിച്ചാലും തമ്പുരാന്റെ കരുണ ഒഴുകില്ല. കാരണം ഞാൻ പാപം അനാവരണം ചെയ്യപ്പെട്ടിട്ടില്ല. ഇന്നും പാപത്തിലാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് പാപം അനാവരണം ചെയ്യപ്പെടുന്നിടത്താണ് ദൈവത്തിന്റെ കരുണ സമൃദ്ധമായി ഒഴുകി ഇറങ്ങുന്നതെന്ന് നമ്മൾ അറിയണം. അതുകൊണ്ട് നമ്മൾ ദൈവത്തിന്റെ കാരുണ്യത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ദൈവത്തിന്റെ കാരുണ്യം എൻ്റെ ജീവിതത്തിലും നിന്റെ ജീവിതത്തിലും സമൃദ്ധമായിട്ടൊഴുകും. ഒറ്റ കാര്യം ചെയ്താൽ മതി, എവിടെയെങ്കിലും പാപം ഇനിയും ഏറ്റുപറയേണ്ടതുണ്ടെങ്കിൽ, അനുദപിക്കേണ്ടതുണ്ടെങ്കിൽ, പാപം അനാവരണം ചെയ്യപ്പെടേണ്ടതുണ്ടെങ്കിൽ അത് അനാവരണം ചെയ്യപ്പെടണം. അതുകൊണ്ടാണ് നമ്മൾ ഈ ധ്യാനത്തിനൊക്കെ പോകാൻ പറയുന്നത്, താമസമുള്ള ധ്യാനത്തിനൊക്കെ പോകാൻ പറയുന്നതിനാ. ദൈവവചനം കേൾക്കുമ്പോൾ സംഭവിക്കുന്നതെന്നറിയാവോ? പാപത്തിന്റെ മേഖലകളെ കുറിച്ച് തിരിച്ചറിവുള്ളവരായിട്ട് നമ്മൾ മാറും. എന്റെ അടുത്ത് ഒരു സഹോദരി പറഞ്ഞാണ്, അച്ഛാ ധ്യാനം കൂടി 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്, അയ്യോ ഇത്രയും പാപങ്ങൾ ഉണ്ടായിരുന്നോ, ഈ ചെയ്തുകൊണ്ടിരുന്ന പലതും പാപമാണെന്ന് മനസ്സിലായത് അച്ഛാ ധ്യാനം കൂടിയപ്പോഴാണ്. അതുവരെ എല്ലാവരും ചെയ്യുന്നു, ഞാനും ചെയ്യുന്നു. അച്ഛാ ഞാനിങ്ങനെ ഒരു കൈക്കൂലിയൊക്കെ ഇച്ചിരി മേടിക്കും, എന്റെ ഓഫീസിൽ എല്ലാവരും മേടിക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാനും മേടിക്കും. അതൊന്നും വലിയ പാപമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം എന്താ? എല്ലാവരും ചെയ്യുന്നത് ഞാനും ചെയ്യുമ്പോൾ അതിലെന്ത് പാപമുണ്ടെന്ന് ചിന്തിക്കുന്നവരാണ് നമ്മൾ. എല്ലാവരും സമൂഹത്തിൽ ഒരു 99% പേരും ചെയ്തുകൊണ്ടിരിക്കുന്നതും, എന്നാൽ അത് ദൈവവചനത്തിന് എതിരായതും വിരുദ്ധമായതും ആണെങ്കിൽ പോലും എല്ലാവരും ചെയ്യുന്നു, അതുകൊണ്ട് ഞാനും ചെയ്യുന്നു, അതുകൊണ്ട് അതൊരു പാപമായിട്ട് തോന്നാത്തൊരവസ്ഥയിലൂടെ കടന്നു പോകുന്നവരുണ്ട്. അതൊരു പാപമായിട്ട് ഇതുവരെ തോന്നിയിട്ടില്ല. അങ്ങനെ ഒരു ജീവിതത്തിന്റെ അവസ്ഥകളിലൂടെ കടന്നു പോകുന്നവരുണ്ട്. അപ്പോ ഈ പാപം അനാവരണം ചെയ്യപ്പെടുമ്പോ ദൈവത്തിന്റെ കരുണ നമ്മുടെ മേൽ വർഷിക്കപ്പെടും. അതാര് തന്നെ ആകട്ടെ മക്കളെ, ആ കാരുണ്യത്തിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കേണ്ട ദിവസങ്ങളാണ്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം, നാളത്തെ കഴിഞ്ഞ് നമുക്ക് ഈ കൺവെൻഷൻ ഉണ്ട്. ഇന്നത്തെ ദിവസം നമ്മുടെ ഹൃദയത്തിൽ ഒരു അനുതാപം ഉണ്ടാകട്ടെ. എവിടെയെങ്കിലും ഇനി പാപത്തിന്റെ മേഖലകൾ അനാവരണം ചെയ്യപ്പെടേണ്ടതുണ്ടെങ്കിൽ അതിന് നമ്മൾ പരിശ്രമം നടത്തണം. ഞാനോ എൻ്റെ കുടുംബമായി വന്നുപോയ ഏതെങ്കിലും പാപത്തിന്റെ മേഖലകൾ ഇനിയും അനാവരണം ചെയ്യപ്പെടാതെ കിടപ്പുണ്ടോ, ഇനിയും തമ്പുരാന്റെ കാരുണ്യത്തിലേക്ക് സമർപ്പിക്കപ്പെടാതെ കിടപ്പുണ്ടോ, അത് അനാവരണം ചെയ്യപ്പെടേണ്ടതാണ്. നമ്മൾ അതിനൊരു പരിശ്രമം എടുക്കണം. ഇനി ദൈവത്തിന്റെ കാരുണ്യം നമ്മളിൽ വെളിപ്പെടുമ്പോൾ ശ്രദ്ധിക്കുക, ഈ പാപം അനാവരണം ചെയ്യപ്പെടുമ്പോൾ ദൈവത്തിന്റെ കരുണ നമ്മളിലേക്ക് വർഷിക്കാൻ തുടങ്ങും. ഈ കരുണ വർഷിക്കപ്പെടുമ്പോൾ എന്താ സംഭവിക്കുന്നത് അറിയാം? അതുകൂടി നമ്മൾ അറിയുന്നില്ല. ദൈവത്തിന്റെ കാരുണ്യം, ആ വീണ്ടെടുക്കുന്ന സ്നേഹം എന്റെ ജീവിതത്തിന്റെ മേൽ യഥാർത്ഥമായി വെളിപ്പെടുമ്പോൾ സംഭവിക്കുന്നത്, ഞാൻ തമ്പുരാന്റെ കാരുണ്യത്തിന്റെ മുഖമായിട്ട് മാറും. മനസ്സിലാവുന്നുണ്ടോ? പിതാവായ
തന്റെ പുത്രനിലൂടെ ഈ ലോകത്തിന് തന്റെ കരുണ വെളിപ്പെടുത്തിയപ്പോ യേശുക്രിസ്തു പിതാവായ ദൈവത്തിന്റെ കാരുണ്യത്തിന്റെ മുഖമായി മാറിയതുപോലെ, ശ്രദ്ധിക്കണേ, ദൈവകാരുണ്യത്തിന്റെ മുഖമാണ് ഈശോ. അപ്പോ ആ ദൈവകാരുണ്യം എന്നിലേക്കും നിന്നിലേക്കും ഒഴുകിയിറങ്ങി പാപത്തെ ഉപേക്ഷിച്ച് അനുദപിച്ചേറ്റു പറഞ്ഞ് ദൈവത്തിന്റെ കാരുണ്യത്തിനായി യാചിച്ച് ദൈവത്തിന്റെ കരുണ നമ്മുടെ ആത്മാവിലേക്ക്, അന്തരാത്മാവിലേക്ക് ഒഴുകിയിറങ്ങുമ്പോൾ സംഭവിക്കുന്നത് എന്നാണെന്നറിയാവോ? ഞാനും നിങ്ങളും ദൈവത്തിന്റെ കാരുണ്യത്തിന്റെ മുഖമായിട്ട് മാറാൻ തുടങ്ങും. നമ്മളെ കാണുന്നവർ പിന്നെ കർത്താവിനെ കാണാൻ തുടങ്ങും. നമ്മൾ കർത്താവിന്റെ കാരുണ്യത്തിന്റെ, സ്നേഹത്തിന്റെ, കരുതലിന്റെ ഒക്കെ മുഖങ്ങളായിട്ട് മാറാൻ തുടങ്ങും. കൽക്കത്തയിലെ വിശുദ്ധ തെരേസ, മദർ തെരേസ, നമുക്കറിയാം. ആ കൽക്കത്ത വീതികളില്, തെരുവീതികളില്, സ്ലമ്മുകളിലൊക്കെ ദൈവത്തിന്റെ കാരുണ്യത്തിന്റെ മുഖമായി മാറിയവളല്ലേ. എത്രയോ ഇങ്ങനെ സ്ലമ്മിലൊക്കെ കടന്നവര് എത്രയോ ജീവിതങ്ങൾ മരണത്തിന്റെ അവസ്ഥകളിലൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നറിയാവോ? മദർ തെരേസയുടെ മുഖത്ത് നോക്കി, അമ്മയുടെ മുഖത്ത് നോക്കുമ്പോ ദൈവത്തിന്റെ മുഖമാണ് ഞങ്ങൾ കാണുന്നത്, ദൈവത്തിന്റെ മുഖമാണ് അമ്മയുടെ മുഖത്ത് ഞങ്ങൾ കാണുന്നതെന്നാ പറയാം. അപ്പൊ ദൈവത്തിന്റെ കരുണ നമ്മൾ അനുഭവിച്ചു കഴിയുമ്പോൾ, ദൈവത്തിന്റെ കാരുണ്യമാണ് ഈ ജീവിതമെന്ന് തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ, ദൈവത്തിന്റെ കാരുണ്യം നമ്മുടെ അന്തരാത്മാവിലേക്ക്, പാപം ഉപേക്ഷിക്കപ്പെട്ട ഈ അന്തരാത്മാവിലേക്ക് ദൈവത്തിന്റെ കരുണ വർഷിക്കപ്പെടുമ്പോൾ സംഭവിക്കുന്നത് എന്നാണെന്നറിയാവോ? നമ്മുടെ മുഖം, നമ്മുടെ ജീവിതം തമ്പുരാന്റെ കാരുണ്യത്തിന്റെ മുഖമായിട്ട് മാറും. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ഞങ്ങൾ ഈ ക്രിസ്മസും ഈസ്റ്ററും ഓണമൊക്കെ വരുമ്പോ ഈ പാവപ്പെട്ടവർ, അതായത് ഈ പാലിയേറ്റീവ് കെയറിൽ കിടക്കുന്നവർ, അതായത് ഒന്നുമില്ലാത്ത അവസ്ഥയിലൊക്കെ കിടക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഭക്ഷണത്തിന്റെ കിറ്റുകളൊക്കെ കൊണ്ട് കൊടുക്കും. അപ്പൊ കാരിസ്മൻ അടുത്തുള്ള ഒരു സഹോദരന്റെ ഒരു ഇനീഷ്യേറ്റീവാണ്. അപ്പൊ അങ്ങനെ കൂടെ സഹായിക്കുന്ന ഒത്തിരി പേരുണ്ട്, യുവജനങ്ങളും അല്ലാത്തവരും അയൽവാസികളൊക്കെ ഉണ്ട്. അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കിട്ടുന്ന ക്യാഷ് കളക്ട് ചെയ്ത് വെച്ച് ഇങ്ങനെ കുറെ കുടുംബങ്ങളിൽ ഇങ്ങനെ ഭക്ഷണം കൊണ്ട് കൊടുക്കും. അപ്പൊ ഞാൻ എൻ്റെ ഈസ്റ്ററിൻ്റെയും ക്രിസ്മസിൻ്റെയും ഓണത്തിൻ്റെ ഒക്കെ ദിവസം ഈ സഹോദരൻ്റെ കൂടെ പോകും. പലയിടങ്ങളിലേക്ക് ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ വണ്ടിപ്പെരിയാർ പോലുള്ള സ്ഥലങ്ങളിലേക്ക് ഞാനും ഈ സഹോദരനോട് പോകും. കുമളി വണ്ടിപ്പെരിയാർ ഏരിയയിലേക്കൊക്കെ ഇച്ചിരി ദൂരം കൂടുതലായതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ട് പോകും. അപ്പോൾ അവിടെ ചെന്ന് പല കുടുംബങ്ങളിലും ഈ ഭക്ഷണം കൊണ്ട് കൊടുക്കും. അവർക്കറിയില്ല എങ്ങനെ ഭക്ഷണം കിട്ടുന്നു, അവർക്ക് അറിയാൻ പോലും പാടില്ല. പാലിയേറ്റീവ് കെയറിൽ നിന്ന് നമ്പറും ഡീറ്റെയിലും അവരുടെ അഡ്രസ്സൊക്കെ എടുത്തിട്ട് അവരുടെ അവസ്ഥ മനസ്സിലാക്കിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്, ഈ ക്രിസ്മസിൻ്റെ എന്താണെങ്കിൽ ക്രിസ്മസിൻ്റെ അന്ന് ഈ പറയുന്ന കുറേ സാധനങ്ങളൊക്കെ മേടിച്ച് അവിടെ കൊണ്ടുപോയി, അവരുടെ വീട്ടിൽ കൊണ്ടുപോയി അവരിങ്ങനെ ചെന്ന്, അവർക്കറിയില്ല ആരാ വരുന്നതെന്ന് പോലും. നമ്മൾ അച്ഛനാണെന്ന് പോലും പറയില്ല, നമ്മൾ ഷർട്ടും പാൻറ്റൊക്കെ ഇട്ടാണ് പോകുന്നത്, ബനിയാനൊക്കെ ഇട്ടാണ് പോകുന്നത്. അപ്പോൾ അവർക്കറിയില്ല. കൊടുത്തിട്ട് ഇങ്ങനെ കൊടുത്തിട്ട് ഇത് എവിടെ നിന്നാണ് എന്താന്ന് നോക്കി പറയും, ഇത് ഈശോയുടെ സമ്മാനമാണെന്ന് പറഞ്ഞ് കൊടുത്തിട്ട് പോരും. ഈശോയുടെ സമ്മാനം. നിങ്ങൾ ഓർക്കണം, ഈസ്റ്ററിന്റെ അന്ന് പോലും ചില കുടുംബങ്ങളിൽ ഒരു വീട്ടിൽ ചെന്ന് കയറിയപ്പോ അവിടെ റേഷൻ കടയിൽ നിന്ന് കിട്ടിയത് സാധാരണ അത്യാവശ്യം നല്ല അരിയല്ലേ, ആ വർഷം അവർക്ക് കിട്ടിയത് പച്ചരിയാണ്. അതിന്റെ കാരണം എന്താണെന്ന് നമുക്ക് അന്വേഷിക്കേണ്ട കാര്യമില്ല, അതിൻ്റെതായ റീസണുകളും കൊണ്ട്. പക്ഷേ ആ വർഷം അവർക്ക് കിട്ടിയത് പച്ചരിയാണ്, പിന്നെ ഒന്നുമില്ല, മേടിക്കാൻ കാശ് പോലും ഇല്ലാതെ നിൽക്കുക. അപ്പോഴാണ് ഞങ്ങൾ ഈ സാധനങ്ങളൊക്കെ മേടിച്ച്, ഇതെല്ലാം മേടിച്ച് കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി ഇറച്ചിയും അവിടെ നിന്ന് തന്നെ ഇറച്ചിയൊക്കെ ആ ഭാഗത്ത് നിന്ന് അറേഞ്ച് ചെയ്യും. അതൊക്കെ ആയിട്ട് കൊടുത്ത് ഒരു വീട്ടിൽ ചെന്നപ്പോൾ ഒരു പ്രായമായ അമ്മിച്ചി മാത്രമേ ഉള്ളൂ. ഇങ്ങനെ അവിടെ ഇങ്ങനെ നമ്മൾക്കറിയാം, ഈ ടി എസ്റ്റേറ്റിലെ ആൾക്കാരൊക്കെയാണ് കൂടുതൽ അവിടെ ഉള്ളത്. ചെറിയൊരു ഇങ്ങനെ ഇടുങ്ങിയ ഒരു മുറിയാണ്, അതിനകത്ത് ഈ അമ്മിച്ചി മാത്രമേ ഉള്ളൂ. അതിനുള്ളിൽ തന്നെയാണ് അടുക്കള, ഒരു മുറിയിൽ തന്നെയാണ് ഈ കടപ്പും അടുക്കളെല്ലാം. ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പൊ ഞങ്ങൾ ചോദിച്ചു, ഒന്ന് അമ്മിച്ചി ഒന്നും ഉണ്ടാക്കിയില്ലേ, ഈസ്റ്ററായിട്ട് ഒന്നും ഉണ്ടാക്കിയില്ലേ? ഒന്നുമില്ല മോനെ, ഒന്നുമില്ല മോനെ ഉണ്ടാക്കാൻ. ഇങ്ങനെ എല്ലാം തോലുമായൊരു അമ്മിച്ചി. ഇപ്പൊ ഞങ്ങൾ ഈ സാധനങ്ങൾ കൊടുത്തിട്ട് അമ്മിച്ചി എന്നാ ഇത് അമ്മിച്ചിക്കുള്ളതാ, ഈശോ തന്ന സമ്മാനാന്ന് പറഞ്ഞ് ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞപ്പോ അമ്മിച്ചി ഞങ്ങളുടെ മുഖത്തേക്ക് നോക്കിയിട്ട് പറയാ, നിങ്ങളുടെ മുഖത്ത് ദൈവത്തിന്റെ മുഖം പോലെ, ഈശോയുടെ മുഖം പോലെ നിങ്ങളുടെ മുഖത്ത് നോക്കുമെന്ന്. നമ്മൾ എന്നാ ചെയ്തേ, അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊണ്ട് കൊടുത്തു, അല്ലെങ്കിൽ ഒരു ദിവസത്തെ ഭക്ഷണം എത്തിച്ചു. അമ്മിച്ച് ഞങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് ദൈവം ഇറങ്ങി വന്നതുപോലെ എന്ന് പറയാവുന്ന ഒരു അവസ്ഥയിലേക്ക് മാറിയില്ലേ? തമ്പുരാന്റെ കാരുണ്യം നമ്മൾ അനുഭവിച്ച് ആ കാരുണ്യം പങ്കുവെക്കാൻ തുടങ്ങുമ്പോ, മക്കളെ, എന്റെയും നിങ്ങളുടെയും ജീവിതം കർത്താവിന്റെ കാരുണ്യത്തിന്റെ മുഖമായി മാറും. വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കി, നിന്റെ കുടുംബത്തിൽ, പുറത്തേക്കൊന്നും പോകണ്ട, നമ്മളിതിന് പുറത്തേക്കൊന്നും പോകണ്ട, നിന്റെ കുടുംബത്തിൽ, നീ അപ്പനോ അമ്മയോ ആകട്ടെ, മകനോ മകളോ ആകട്ടെ, പ്രായമായ മാതാപിതാക്കളാകട്ടെ, നിന്റെ മുഖം കുടുംബത്തിൽ എന്താണ് പ്രതിഫലിപ്പിക്കുന്നത്?
ദൈവത്തിന്റെ സ്നേഹമാണോ, ദൈവത്തിന്റെ കരുണയാണോ, ദൈവത്തിന്റെ സാന്ത്വനമാണോ, ദൈവത്തിന്റെ കരുതലാണോ? എന്താണ് നിന്റെ മുഖത്ത് നോക്കുമ്പോൾ നിന്റെ മക്കൾക്ക് പറയാനുള്ളത്? നിന്റെ മുഖത്ത് നോക്കുമ്പോൾ എന്താണ് നിന്റെ കുടുംബാംഗങ്ങൾക്ക് പറയാനുള്ളത്? ചില കുടുംബത്തിലൊക്കെ ചിലവ് പറയാറുണ്ട്, അച്ഛാ കുഞ്ഞുങ്ങള് സന്ധ്യാപ്രാർത്ഥനയുടെ സമയത്ത് മുട്ടുകുത്തിയിട്ട് എൻ്റെ മകൾ ഒരു ദിവസം പ്രാർത്ഥിച്ച അച്ഛൻ അറിയാവോ? 2 പെൺമക്കളാ. ജീവിത പങ്കാളി മദ്യപാനം എന്ന് പറഞ്ഞ് മദ്യപിച്ച് ബോധമില്ലാതെ വീട്ടിൽ വന്നാൽ പിന്നെ കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങളൊന്നും പുറത്തു പറയാൻ പറ്റുന്ന കാര്യങ്ങളൊന്നുമല്ല. ഒരു ദിവസം സന്ധ്യാപ്രാർത്ഥന കഴിഞ്ഞാൽ അപ്പം വരുന്നേക്കാളും മുമ്പ് ഈ പിള്ളേര് സന്ധ്യാപ്രാർത്ഥന ചൊല്ലും. അപ്പനും അമ്മയും 2 മക്കളും കൂടി ഇരുന്ന് ഈ സന്ധ്യാപ്രാർത്ഥന കഴിഞ്ഞിട്ട് ഈ പെങ്കൊച്ച് അവിടെ നിന്ന് മുട്ടെന്ന് വലിയ പ്രായമൊന്നുമില്ല, 5ലോ 6ലോ പഠിക്കുന്ന പെങ്കൊച്ച് പ്രാർത്ഥിച്ചെന്നറിയാവോ? ദൈവമേ, ഈ രാത്രികാലം എൻ്റെ അപ്പൻ എൻ്റെ വീട്ടിൽ വരല്ലേ, വരുന്ന വഴിക്കല്ലോ വണ്ടി ഇടിച്ച് ബസ് ഇടിച്ച് എൻ്റെ അപ്പൻ ചത്തുപോണേന്ന് ഈ കുഞ്ഞ് പ്രാർത്ഥിച്ചതാ. കുഞ്ഞിന് അപ്പന്റെ മുഖം കാണുമ്പോ പേടിയാ. കുഞ്ഞുങ്ങൾക്ക് അപ്പന്റെ മുഖം കാണുമ്പോ ഭയവാ, അസ്വസ്ഥത, പേടിയാ, ടെൻഷനാ. അങ്ങനെ ഭയപ്പെടുത്തുന്ന ഒരു മുഖമായിട്ട് അപ്പന്റെ മുഖം മാറി. ഇങ്ങനെ അസ്വസ്ഥപ്പെടുത്തുന്ന ഒരു മുഖമായിട്ട് മാറി. ചില കുടുംബങ്ങളിൽ ചിലരുടെ മുഖം കാണുന്നതിന് ചിലരുടെ സ്വസ്ഥത പോകും. ചിലരൊക്കെ സമാധാനം പോകാൻ ചിലരുടെ മുഖം കണ്ടാൽ മതി. നിന്റെ കുടുംബത്തിൽ നിന്റെ മുഖം ദൈവത്തിന്റെ കാരുണ്യത്തിന്റെ മുഖമാണോ? നിന്റെ സമൂഹത്തിൽ നിന്റെ മുഖം ദൈവത്തിന്റെ സ്നേഹത്തിന്റെയും കരുതലിന്റെയും സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും മുഖമാണ്? ഒന്ന് പുഞ്ചിരിക്കാനെങ്കിലും നമ്മൾ പഠിക്കണ്ടേ? അതുകൊണ്ട് ദൈവത്തിന്റെ കരുണ നമ്മളിൽ, നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ ആത്മാവിൽ ഈ ദൈവത്തിന്റെ കരുണ വെളിപ്പെട്ടാൽ മാത്രമേ ആ കാരുണ്യം നമ്മളിൽ നിന്ന് പുറത്തേക്ക് വരൂ. അല്ലാതെ നമുക്കിതിങ്ങനെ ഇല്ലാത്തൊന്നും നമുക്ക് പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. നമുക്ക് പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. അപ്പൊ ദൈവത്തിന്റെ കാരുണ്യത്തിന്റെ മുഖമായി നമ്മുടെ മുഖം മാറും. ദൈവത്തിന്റെ കാരുണ്യം നമ്മളിൽ വെളിപ്പെടും. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെ അച്ഛൻ പറയാൻ പോവാണ്, ശ്രദ്ധിച്ചു കേട്ടോളം. എപ്പോഴാണ് ദൈവത്തിന്റെ കരുണ എന്നിലും നിന്നിലും വെളിപ്പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്? ദൈവത്തിന്റെ കാരുണ്യം നമ്മളിൽ വെളിപ്പെടാൻ തുടങ്ങിയെന്ന് എപ്പോ, എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും? അതിന് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തില് 1851 ഖണ്ഡികയില് വളരെ മനോഹരമായ ഒരു കാര്യം എഴുതി വെച്ചിട്ടുണ്ട്. ചിലത് വായിക്കാം, ശ്രദ്ധിച്ചു കേട്ടോളം. ക്രിസ്തുവിന്റെ പീഡാനുഭവത്തിൽ അവിടുത്തെ കാരുണ്യം പാപത്തെ കീഴടക്കാൻ തുടങ്ങിയപ്പോഴാണ് പാപം അതിന്റെ അക്രമഭാവവും അതിന്റെ വൈവിധ്യവും ഏറ്റവും വ്യക്തമായി വെളിപ്പെടുത്തിയത്. ശ്രദ്ധിച്ചു കേട്ടെ, ക്രിസ്തുവിന്റെ പീഡാനുഭവത്തിൽ അവിടുത്തെ കാരുണ്യം പാപത്തെ കീഴടക്കാൻ തുടങ്ങിയപ്പോഴാണ് പാപം അതിന്റെ അക്രമഭാവവും അതിന്റെ വൈവിധ്യവും ഏറ്റവും വ്യക്തമായി വെളിപ്പെടുത്തിയത്. ഇപ്പൊ ദൈവത്തിന്റെ കരുണ നമ്മളിലേക്ക് വെളിപ്പെടാൻ തുടങ്ങുമ്പോ, ദൈവത്തിന്റെ കാരുണ്യം നമ്മളിൽ വെളിപ്പെടാൻ തുടങ്ങുമ്പോ സംഭവിക്കുന്നതെന്നറിയാവോ? പിശാച് അക്രമാസക്തനാകും. ഇതറിഞ്ഞിരിക്കണം നമ്മൾ. പിശാച് ഏറ്റവും ശക്തമായിട്ട് നമ്മളെ അടിക്കുന്നതും നമുക്കെതിരെ പ്രബലപ്പെടാൻ ശ്രമിക്കുന്നതും നമ്മളെ ഏതൊക്കെ രീതിയിൽ പീഡിപ്പിക്കാൻ ശ്രമിക്കുന്ന എപ്പോഴാണെന്നറിയോ? ദൈവത്തിന്റെ കരുണ നമ്മളിലേക്ക് വർഷിക്കപ്പെടാൻ പോകുന്ന സമയം, ദൈവത്തിന്റെ കാരുണ്യം നമ്മളിലേക്ക് വെളിപ്പെടാൻ പോകുന്ന സമയമുണ്ടല്ലോ, പിശാച് ഇങ്ങനെ വറയ്ക്കുക, അവൻ അക്രമാസക്തനാവും എന്ന് പറയും. അതല്ലേ കർത്താവിന്റെ പീഡാസഹനത്തിന്റെ, അവന്റെ കാൽവരിയിലേക്കുള്ള യാത്രയിൽ അവന്റെ കുരിശുമരണത്തോട് അടുത്തെത്തുന്ന സമയത്ത് പിശാച് വെറിപൂണ്ടിട്ട് ചെയ്തു കൂട്ടിയ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഉറ്റിക്കൊടുക്കുന്നു, തള്ളിപ്പറയുന്നു, ആക്രോശിക്കുന്നു, മുഖത്ത് കാർക്കിച്ചു തുപ്പുന്നു. എന്തെല്ലാം കാര്യങ്ങളാണ് യേശുവിന്റെ മേല് കടന്നു വരുന്നത്. കാരണം പിതാവായ ദൈവം തന്റെ പുത്രനിലൂടെ കാൽവരിയുടെ നെറുകയിൽ പൂർത്തിയാകേണ്ട ദൈവീക പദ്ധതിയും അതിലൂടെ ലോകത്തിന്റെ മേൽ വെളിപ്പെടേണ്ട ദൈവത്തിന്റെ കരുണ എന്താണെന്ന് പിശാചിന് കൃത്യമായിട്ട് അറിയാവുന്നത് കൊണ്ട് പാപം തകർന്നു പോകുന്നു, തന്റെ ആധിപത്യം തകരുമെന്ന് അവൻ അറിയാവുന്നത് കൊണ്ട് നമ്മളല്ലേ നമ്മള് ഈ കശാപ്പ് ശാലയിലൊക്കെ ചെന്ന് നമുക്കറിയാം, ഇങ്ങനെ കൊല്ലാനൊക്കെ തുടങ്ങുമ്പോൾ പെട്ടെന്ന് ഇങ്ങടെ അക്രമാസക്തനാണ് ആ മൃഗങ്ങൾ എന്ന് പറയുന്ന പോലെ. പിശാചിന്റെ തല തകർക്കപ്പെടുമെന്ന് മനസ്സിലായപ്പോ, ദൈവത്തിന്റെ കരുണ വെളിപ്പെടുമെന്ന് മനസ്സിലായപ്പോ സാത്താൻ അക്രമാസക്തനായി എന്നാണ് സഭയുടെ പ്രബോധനത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. അതിന്ന് സംഭവിക്കും. അതൊന്നും എന്നും നിന്റെയും എന്റെയും ജീവിതത്തിലും നമ്മുടെ ശുശ്രൂഷ മേഖലകളിലും നമ്മൾ ആയിരിക്കുന്നിടങ്ങളിലും എവിടെയൊക്കെ ദൈവത്തിന്റെ അനന്തമായ പദ്ധതി, ദൈവത്തിന്റെ അനന്തമായ കാരുണ്യം വെളിപ്പെടാൻ തുടങ്ങുന്നുവോ അപ്പൊ പിശാച് അക്രമാസക്തനാവും. ഏത് വഴിക്ക് അവൻ അടിക്കുമെന്ന് അറിയാൻ പറ്റില്ല, ഏതൊക്കെ രീതിയിൽ അവൻ പ്രബലപ്പെടാൻ ശ്രമിക്കും നമുക്കറിയാൻ പറ്റില്ല.
കാരണം അവനൊറ്റ ലക്ഷ്യമുള്ളൂ, നിന്റെ മേൽ ഇതാ ദൈവത്തിന്റെ അനന്തമായ കരുണ വെളിപ്പെടാൻ പോകുന്നു. ഇതാ നിന്റെ ജീവിതത്തിന്റെ മേൽ, നിന്റെ കുടുംബത്തിന്റെ മേൽ ദൈവത്തിന്റെ അനന്തമായ കാരുണ്യം വെളിപ്പെടാൻ പോകുന്നു. അത് വെളിപ്പെടാൻ പോകുന്നു എന്ന് അറിഞ്ഞപ്പോ ഇവനിങ്ങനെ അസ്വസ്ഥപ്പെടാൻ തുടങ്ങുക. അതുകൊണ്ടാണ് എഴുതി വെച്ചിരിക്കുന്നത്, അവിടുത്തെ കാരുണ്യം പാപത്തെ കീഴ്പ്പെടുത്താൻ തുടങ്ങിയപ്പോഴാണ് പാപം അതിന്റെ അക്രമഭാവവും ആക്രമിക്കാൻ തുടങ്ങിയത്, അതിന്റെ വൈവിധ്യവും ഏറ്റവും വ്യക്തമായി വെളിപ്പെടുത്തിയത്. എന്നിട്ട് അത് വെളിപ്പെടുത്തിയ വഴികള് ഇന്നെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. വിശ്വാസമില്ലായ്മ, നിന്റെ വിശ്വാസത്തെ തകർക്കുന്ന ജീവിതത്തിന്റെ സാഹചര്യങ്ങളിലേക്ക് നിന്നെത്തിക്കും. നിന്റെ വിശ്വാസത്തെ ഏതൊക്കെ രീതിയിൽ തകർക്കാൻ പറ്റോ ആ രീതിയിലൊക്കെ നിന്റെ ജീവിതത്തിൽ പിശാച് പ്രവർത്തിക്കാൻ തുടങ്ങും. ഇന്ന് അനേകര് ഈ കഴിഞ്ഞ നാളുകളിലൊക്കെ സഭയിൽ തന്നെ ഒത്തിരിയേറെ പ്രയാസങ്ങളും പ്രതിസന്ധികളിലൂടെയൊക്കെ സഭ കടന്നുപോയ കാലഘട്ടമാണ്. അനേകരുടെ വിശ്വാസം ക്ഷയിച്ചു. കൊറോണ വന്നത് മാത്രമല്ല, അതിനു മുമ്പുണ്ടായ ചില സംഭവ വികാസങ്ങളുടെ പേരിൽ അനേകരുടെ വിശ്വാസം ക്ഷയിച്ചു പോയി. ഒരു ചേച്ചി എന്നോട് തോന്നുന്നു, അച്ഛാ ജീവിത പങ്കാളി മുഴുവൻ സമയം TV ഇങ്ങനെ ചർച്ചയൊക്കെ കണ്ടിരുന്ന് ഇപ്പൊ പുള്ളി പറയാം, ഞാൻ പള്ളിയിലൊന്നും പോകുന്നില്ല, അച്ഛന്മാരും സിസ്റ്റേഴ്സൊക്കെ ഇങ്ങനെയല്ലേ, പിന്നെ ഞാൻ എന്തിനാ പള്ളിയിൽ പോകുന്നത്? പുള്ളി പറഞ്ഞ, ഓ ഇനിയിപ്പോ ഞാൻ എന്തിനാ കുമ്പസാരിക്കുന്നേ? നോക്കിക്കേ, പിശാച് അതിന്റെ അക്രമഭാവം അതിന്റെ ശക്തമായ രീതിയിൽ പിശാച് പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോ എത്തിച്ചെവിടെയാ നോക്കിക്കേ, വിശ്വാസത്തിൽ നിന്ന് തകർത്ത് കളഞ്ഞു. പിശാചിന്റെ കെണിയാന്ന് അറിയാൻ പറ്റുന്നില്ല. എന്നിട്ട് പറയാണ്, വിശ്വാസമില്ലായ്മ, ഹിംസാത്മകമായ വിദ്വേഷം, കൊല്ലാനുള്ള ദേഷ്യം. നമ്മൾ പറയാല്ലേ, കൊല്ലാനുള്ള ദേഷ്യം. ഈ അനുഭവമൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അത് ശ്രദ്ധിക്കണം. കാരണം എന്താ, അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ദൈവിക പദ്ധതിയോട് സഹകരിച്ചുകൊണ്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോകണം. ഈശോ അതാ ചെയ്തത്. തന്റെ പദ്ധതി, ദൈവിക പദ്ധതി പൂർത്തിയാകപ്പെടുന്നിടത്താണ് ദൈവത്തിന്റെ കരുണ സമൃദ്ധമായി വെളിപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ കാൽവരിയുടെ നെറുകയിൽ. അതാണ് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പിതാവായ ദൈവത്തിന്റെ പദ്ധതി. ആ കുരിശുമരണത്തിലൂടെ വെളിപ്പെടേണ്ട ആ ദൈവ കാരുണ്യത്തെ കുറിച്ച് യേശുവിനറിയാം, പിശാചിനും അറിയാം. ഹല്ലേലൂയ. അതുകൊണ്ട് അവിടെ ദൈവത്തിന്റെ കരുണ വെളിപ്പെടുമെന്ന് അറിയാമായിരുന്നത് കൊണ്ട് എങ്ങനെയെങ്കിലും യേശുവിനെ തന്റെ കാൽവരി കുരിശിലേക്കുള്ള യാത്രയെ തടസ്സപ്പെടുത്താന്നുള്ളതും പിശാചിന്റെ ലക്ഷ്യം. ഉണ്ടെന്താ, ഹിംസാത്മകമായ വിദ്വേഷം, അവനെ കൊല്ല്, അവനെ ക്രൂശിക്ക്. ഓശാന പാടിയവരാണ്, തലയാഴ്ച ഓശാന പാടിയവരാണ് ഇപ്പൊ ഇങ്ങനെ പറയുന്നത്, മോനെ നിന്നെ കുറിച്ച് ഇന്നലകളിൽ ഓശാന പാടിയവര് ഈ വിദ്വേഷത്തിന്റെ അല്ലെങ്കിൽ ഹിംസാത്മകമായ വിദ്വേഷം, കൊല്ലാനുള്ള വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും കാരണങ്ങളുമായി നിന്റെ ജീവിതത്തിലേക്ക് വരുമ്പോ നീ പതറരുത്, പുറകോട്ട് പോകരുത്. നിന്നിലൂടെ പൂർത്തീകരിക്കപ്പെടേണ്ട ദൈവിക പദ്ധതി പൂർത്തീകരിക്കപ്പെടുന്നിടത്ത് വെളിപ്പെടുന്ന ദൈവത്തിന്റെ അനന്തമായ കരുണയുണ്ട്. അതിനെ തടസ്സപ്പെടുത്താന്നുള്ള പിശാചിന്റെ കെണിയാണ്. പുറകോട്ട് പോകരുത്. അതുകൊണ്ട് പുറകോട്ട് പോകാൻ ഇതുപോലുള്ള പ്രശ്നങ്ങൾ വരും. പലരും നിന്നെ മാറ്റി നിർത്തും. ഇന്നോളം നിന്നെ സ്നേഹിച്ചവർ, ഇന്നോളം നിന്നെ ചേർത്ത് പിടിച്ചവര്, ഇന്നോളം നിന്നെ കരുതിയവര് ഒരൊറ്റ സുപ്രഭാതം കൊണ്ട് നിന്നെ വേണ്ടാന്ന് പറയും, നിന്നെ തള്ളിക്കളയും, നിന്നെ മാറ്റി നിർത്തും. ഇത് എന്താ ഇങ്ങനെ സംഭവിക്കുന്നത്? ഇതുകൊണ്ട് എനിക്കിങ്ങനെ സംഭവിക്കും, ഞാനൊന്നും ചെയ്തില്ലല്ലോ, ഞാനൊന്നും പറഞ്ഞില്ലല്ലോ എന്നൊക്കെ പറയും. നീ ഒന്നും പറഞ്ഞില്ലേലും നീ ഒന്നും ചെയ്തില്ലേലും ഒരുപക്ഷെ ചിലരൊക്കെ അവരുടെ സ്നേഹവലയത്തിൽ നിന്ന് നിന്നെ മുറിച്ചു കളയുമ്പോ, നിന്നെ കുറിച്ചില്ലാത്തത് പറഞ്ഞു നടക്കുമ്പോ, നിന്നെ കളിയാക്കാൻ ശ്രമിക്കുമ്പോ, നിന്നെ തകർക്കാനുള്ള വഴികൾ അന്വേഷിക്കുമ്പോ, നിന്നെ കൊല്ലാനുള്ള കാരണങ്ങൾ അന്വേഷിക്കുമ്പോ, മോനെ നിന്നെ കുറിച്ചുള്ള ദൈവിക പദ്ധതിയിൽ നിന്നും അടിപതറാതെ നീ മുന്നോട്ട് പൊക്കോളണം. കാരണം അങ്ങനെയുള്ള ജീവിതത്തിന് അനുഭവങ്ങൾ സമ്മാനിക്കപ്പെടുമ്പോ നീ മനസ്സിലാക്കണം, നിന്നിലൂടെ ദൈവത്തിന്റെ അനന്തമായ കരുണ വെളിപ്പെടുന്ന മണിക്കൂറിലേക്ക് നീ പ്രവേശിക്കുകയാണ്. അത് കാരുണ്യത്തിന്റെ മണിക്കൂറിലേക്ക് നീ എത്തി നിൽക്കും. അതുകൊണ്ടാണ് പിശാച് അക്രമാസക്തനായിക്കൊണ്ടിരിക്കുന്നത്. അവന് വെറുതെ ഇരിക്കാൻ പറ്റില്ല. കാരണം നീ അങ്ങോട്ട് മുന്നോട്ട് പോയാൽ അവന്റെ ആധിപത്യമാണ് തകരുന്നത്. എവിടെയൊക്കെ ദൈവത്തിന്റെ കരുണ വെളിപ്പെടുന്നോ അവിടെ നമുക്കറിയാം പാപം അനാവരണം ചെയ്യപ്പെടുന്നുണ്ട്, പിശാചിന്റെ തല തകർക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് അവനത് സമ്മതിക്കില്ല. എന്നിട്ട് പറയുകയാണ്, നേതാക്കന്മാരും ജനവും നടത്തിയ തള്ളിപ്പറച്ചിലും പരിഹാസവും പീലാത്തോസിന്റെ ഭീരുത്വം, എന്തെല്ലാം കാര്യങ്ങളാന്ന് നോക്കിക്കേ. നേതാക്കന്മാരും ജനവും നടത്തിയ തള്ളിപ്പറച്ചിൽ. കുറെ പേര് തള്ളിപ്പറഞ്ഞു ഈശ്വരൻ, തള്ളിപ്പറഞ്ഞു. കുറെ പേര് ഈശ്വരൻ തള്ളിപ്പറഞ്ഞു. തള്ളിപ്പറയപ്പെടുന്ന അനുഭവങ്ങൾ ഉണ്ടാകുമ്പോ ഒരു ടെൻഷനും വേണ്ട, ഒരാകുലതയും വേണ്ട. നിന്നെ കുറിച്ച് നല്ലത് പറഞ്ഞവര് ഇന്ന് തള്ളി പറയുന്നുണ്ടോ? നോ ടെൻഷൻ.
നീ ഒന്നും ആകലപ്പെടണ്ടെന്നേ. അതിങ്ങനെ അയ്യോ അവരെന്നെ കുറിച്ച് അങ്ങനെ പറഞ്ഞില്ലേ, ഇവരിങ്ങനെ കുറിച്ച് പറയുന്നില്ലേ, ഇതൊന്നും ഇങ്ങനെ അതേക്കുറിച്ച് ആകുലപ്പെട്ട് നിന്റെ മനസ്സ് തളർന്നിരിക്കേണ്ട അവസ്ഥയല്ല ഇപ്പോ നീ ശരിക്കും യുദ്ധത്തിന്റെ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുക. യുദ്ധത്തിന്റെ പിശാചുമായിട്ടുള്ള യുദ്ധത്തിന്റെ അവസാന ഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ കാരുണ്യത്തിന് വേണ്ടി യാചിച്ച് പ്രാർത്ഥിച്ച് നിന്നിലുള്ള പാപത്തെ അനാവരണം ചെയ്ത് നീ നിന്റെ വിശുദ്ധ ജീവിതം മുന്നോട്ട് പോകുമ്പോ അക്രമാസക്തനായി അവൻ നിനക്കെതിരെ പ്രവർത്തിക്കുമ്പോ നീ ഒരു കാര്യം മനസ്സിലാക്കണം, ദൈവത്തിന്റെ അനന്തമായ കാരുണ്യം നിന്നിലേക്ക് വെളിപ്പെടുന്ന അവസാന മണിക്കൂറിലേക്ക് നീ എത്തി നിൽക്കുക. അവിടെ പുറകോട്ട് പോകരുത്, പതറരുത്, അവിടെ ഒന്നും പതറാൻ പാടില്ല. പിടിച്ചെന്നോളം തമ്പുരാനെ മാത്രം കൺമുമ്പിൽ കണ്ടിട്ട് ദൈവത്തെ മാത്രം മുന്നിൽ കണ്ട് നിന്റെ വിശ്വാസത്തിന്റെ യാത്ര മുന്നോട്ട് പോകണം. യേശു പോയതുപോലെ കാൽവരിയുടെ നെറുക വരെ, അവസാനത്തുള്ളി രക്തം ചിന്തുന്നത് വരെ യേശു പിതാവായ ദൈവം തന്നെ ഏൽപ്പിച്ച ദൗത്യത്തിൽ നിന്നും അടിപതറാതെ പുറകോട്ട് നോക്കാതെ മുന്നോട്ട് പോയ ക്രിസ്തുവിന്റെ കരുത്തുണ്ടല്ലോ, ആ കരുത്തെടുത്ത് മുന്നോട്ട് പോകുമ്പോഴാണ് അനന്തമായ ദൈവത്തിന്റെ കരുണ മക്കളെ നമ്മുടെ മേൽ വർഷിക്കപ്പെടുക. എന്നിട്ട് പറയുകയാണ്, പീലാത്തോസിന്റെ ഭീരുത്വം, പട്ടാളക്കാരുടെ ക്രൂരത, യേശുവിന് സഹിച്ച യൂദാസിന് കയ്പ് നിറഞ്ഞ ഒറ്റിക്കൊടുക്കൽ, യൂദാസിന്റെ ഒറ്റിക്കൊടുക്കൽ, പത്രോസിന്റെ തള്ളിപ്പറയൽ, ശിഷ്യന്മാരുടെ പ്രയാണം, എന്തെല്ലാം കാര്യങ്ങളാണ് നോക്കിക്കേ. കർത്താവിന്റെ കാൽവരി യാഗത്തിലേക്ക് എത്തിയപ്പോ ഈശോ കടന്നുപോയത് നിസ്സാര അനുഭവങ്ങളാണെന്ന് വിചാരിച്ചതൊക്കെ. ഇതൊക്കെ നിസ്സാര അനുഭവങ്ങളാണ്. ഒരു വ്യക്തിക്ക് സഹിക്കാവുന്നതിന്റെ സഹനത്തിന്റെ പാരമ്യത്തിലൂടെയാണ് ഈശോ തന്റെ അവസാന മണിക്കൂറുകൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മോളെ, എവിടെയാ നീ ഒറ്റപ്പെട്ടത്? എവിടെയാണ് നീ തകർക്കപ്പെട്ടത്? എവിടെയാണ് നിന്റെ ജീവിതത്തിൽ ഇതുപോലെ പരിഹാസങ്ങളുടെയും തള്ളിപ്പറയലിന്റെയും ഒറ്റിക്കൊടുക്കപ്പെടുന്നതിന്റെയും അനുഭവങ്ങളിലൂടെ കടന്നുപോയിട്ടുള്ളത്? കർത്താവിന്റെ കാരുണ്യത്തിന് വേണ്ടി, അവന്റെ സ്നേഹത്തിലും അവന്റെ പരിശുദ്ധിയിലും പങ്കുകാരനും പങ്കുകാരിയുമായി നീ ജീവിക്കാൻ തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുന്ന വഴികളിൽ എന്താണ് നിന്റെ വഴികളെ, നിന്റെ വിശുദ്ധ ജീവിതത്തിന്റെ വഴികളെ, കാരുണ്യത്തിന് വേണ്ടിയുള്ള നിന്റെ ജീവിതത്തിന്റെ വഴികളെ എന്തൊക്കെയാണ് തടസ്സപ്പെടുത്തിയതെന്ന് മോളെ നീ ഈ രാത്രികാലം ആലോചനയിലെടുത്ത് ധ്യാന വിഷയമാക്കി. അവിടെയൊക്കെ പിശാചിന്റെ ഒരു കെണിയുണ്ടായിരുന്നെന്നും അവന്റെ ഒരു പ്രവർത്തനം ഉണ്ടായിരുന്നെന്നും നീ അറിഞ്ഞിരിക്കണം. അന്ന് നീ അവിടെ നിർത്താതെ, അവിടെ സ്റ്റോപ്പ് ചെയ്യാതെ, അവിടെ പതറാതെ, അവിടെ കുറ്റം പറച്ചിലും പരിഹാസങ്ങളിലും തളർന്നു പോകാതെ, അവിടെ പിറുവിറുപ്പും പരാതിയുമായി ഈ നിന്റെ ജീവിതം തള്ളിക്കളയാതെ മുന്നോട്ട് പോയിരുന്നെങ്കിൽ നിന്റെ ജീവിതത്തിൽ ഉന്നതമായ ഒരു കൃപയുടെ, കാരുണ്യത്തിന്റെ, അഭിഷേകത്തിന്റെ കുത്തൊഴുക്ക് ഇതിനകം നീ അനുഭവിച്ചേ. ഒരു ആത്മീയ യാത്ര തുടങ്ങിയിട്ട്, ഒരു വിശ്വാസത്തിന്റെ യാത്ര തുടങ്ങിയിട്ട്, വിശുദ്ധ ജീവിതത്തിന്റെ യാത്ര തുടങ്ങിയിട്ട് നാളുകളായില്ലേ. എന്നിട്ടും എന്തേ നമുക്കൊരല്പം പോലും മുന്നോട്ട് പോകാൻ പറ്റാത്തത്? മുന്നോട്ട് പോകാൻ തുടങ്ങുമ്പോൾ ദൈവത്തിന്റെ കാരുണ്യം നിന്റെ മേൽ ശക്തമായി വെളിപ്പെടാൻ തുടങ്ങുമ്പോൾ, പിശാച് ഏതെങ്കിലുമൊക്കെ രീതിയിൽ അക്രമാസക്തനായി പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ കർത്താവിൽ നിന്ന് കണ്ണു പറച്ചിട്ട് അങ്ങോട്ടും നോക്കി ഇങ്ങോട്ടും നോക്കി, അവരെയും നോക്കി ഇവരെയും നോക്കി, അവരെയും കുറ്റം പറഞ്ഞ് ഇവരെയും കുറ്റം പറഞ്ഞ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചതിന് കാരണം ഇവരാണെന്നൊക്കെ പറഞ്ഞ് സഹനത്തിൽ പരാതി പറഞ്ഞ് നമ്മൾ അവിടെ അങ്ങോട്ട് സ്റ്റക്കാവുക. അതല്ല ചെയ്യണ്ടേ. മുന്നോട്ട് പോകാൻ നമ്മൾ കരുത്തെടുക്കണം. അതാണ് ഈശോ ചെയ്തത്. ഈശോ കടന്നുപോയ സഹനങ്ങളുടെ 1000-ലൊന്ന് ഞാനും നിങ്ങളും കടന്നു പോകുന്നുണ്ടോ? ഈശോ സഹിച്ച സഹനങ്ങളുടെ 1000-ലൊന്ന് ഞാനും നിങ്ങൾ ഇന്ന് സഹിക്കുന്നുണ്ടോ? ശാരീരിക സഹനങ്ങൾ മാത്രമാണോ ഈശോ കടന്നുപോയതല്ല. മാനസികമായി ഒരു വ്യക്തി ലോക ജീവിതത്തിൽ തകർക്കപ്പെടാവുന്നതിന്റെ അങ്ങേയറ്റം തകർക്കപ്പെട്ടവനല്ലേ ഈശോ? ഈശോയോളം തകർക്കപ്പെട്ടവനായിട്ട് ആരാ ഈ ലോകത്തിലുള്ളത്? യേശുവിനോളം ശരീരത്തിൽ തകർക്കപ്പെട്ടവനായിട്ട് ആരാ ഈ ലോകത്തിലുള്ളത്? വചനം പറയുന്നുണ്ട്, ഉഴവുചാൽ പോലെ, യേശയ്യാ പ്രവാചകൻ പറയുന്നു, ഉഴവുചാൽ പോലെ അവന്റെ ശരീരം ഉഴുതു മറിച്ചു എന്നാ പറയാ. ശരീരത്തിൽ അടിയേൽക്കാത്തൊരിടവുമില്ല. അതുപോലെ തകർക്കപ്പെട്ടവരായിട്ടാ ഈശോ തന്റെ കാൽവരിയിലേക്കുള്ള യാത്രയിൽ നടന്നു നീങ്ങിയത്. എന്നിട്ട് ഈശോ പതറിയോ? എന്നിട്ട് ഈശോ പുറകോട്ട് പോയോ? ഇല്ലല്ലോ. തന്നിൽ ദൈവം നിക്ഷേപിച്ച, ദൈവം പൂർത്തീകരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പദ്ധതിയുണ്ട്. ആ പദ്ധതി പൂർത്തീകരിക്കപ്പെടുന്നത് വരെ വിശ്വാസത്തിന്റെ യാത്ര മുന്നോട്ട് പോകുമ്പോൾ സംഭവിക്കുന്നതെന്നറിയാവോ? അവിടെ ദൈവത്തിന്റെ ശക്തമായ കരുണ നിന്റെ ആത്മാവിലേക്ക് ഒഴുകിയിറങ്ങും. നിന്റെ ജീവിതത്തിന്റെ മേൽ ദൈവത്തിന്റെ കരുണ വർഷിക്കപ്പെട്ടാലുണ്ടല്ലോ, പിന്നെ പിശാചിനെ നിന്നെ തൊടാൻ പറ്റില്ല. കാരണം എന്താ? തമ്പുരാന്റെ കാരുണ്യം നിന്നെ പൊതിഞ്ഞു പിടിച്ചിരിക്കുക. തമ്പുരാന്റെ കരുണ നിന്നെ പൊതിഞ്ഞു പിടിച്ച പിന്നെ ഏത് തിന്മയ്ക്ക് നിന്നെ തൊടാൻ പറ്റും?
നിന്റെ കുടുംബത്തെ ദൈവത്തിന്റെ കരുണ പൊതിഞ്ഞു പിടിച്ച പിന്നെ ഏത് തിന്മയ്ക്ക് തൊടാൻ പറ്റും? അതുകൊണ്ട് മക്കളെ, ഒരു കാര്യം എന്നും മനസ്സിൽ സൂക്ഷിക്കണം. ജീവിതത്തിന് എന്തെല്ലാം പ്രയാസങ്ങൾ ഉണ്ടായാലും, എന്തെല്ലാം പ്രതിസന്ധികൾ ഉണ്ടായാലും, എന്തെല്ലാം സങ്കടങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നാലും, ഏതൊക്കെ തരത്തിലുള്ള യേശു കടന്നുപോയ തിക്താനുഭവങ്ങളിലൂടെ നിന്റെ ജീവിതം കടന്നു പോകുമ്പോഴും അതിലേക്കൊന്നും നോക്കരുത്. അവിടെയും നീ ദൈവത്തിന്റെ കാരുണ്യം നിന്നിലൂടെ വെളിപ്പെടുത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പൊക്കോളണം. അവിടെയും ക്രിസ്തുവിന് യോജിക്കാത്ത ഒരു മനോഭാവം നീ എടുക്കരുത്. ക്രിസ്തുവിന് യോജിച്ച മനോഭാവങ്ങൾ എടുത്തുകൊണ്ട് തന്നെ ക്ഷമയുടെ, സ്നേഹത്തിന്റെ, കരുണയുടെ, കരുതലിന്റെ, മാപ്പ് കൊടുക്കലിന്റെ ഈ അനുഭവങ്ങളിലൂടെയല്ലേ ഈശോ കടന്നുപോയത്. കുരിശ് കടന്നപ്പോൾ ഈശോ എന്നാ പറഞ്ഞേ? അപ്പ ചെയ്യുന്ന അറിയുന്നില്ല, ക്ഷമിക്കണേ. കണ്ടോ, ഇത്രമാത്രം വെറുക്കപ്പെട്ടിട്ടും ഇത്രമാത്രം തകർക്കപ്പെട്ടിട്ടും തന്റെ മുഖത്ത് കാർക്കിച്ചു തുപ്പിയവരും തന്റെ ദാടി മീശ പറിച്ചവരും ഈ മുമ്പിൽ നിൽക്കുമ്പോൾ ഈശോ എന്നാ പറഞ്ഞേ? അപ്പാ, ഇവർ ചെയ്യുന്നത് അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്നല്ലേ എന്ന് പറഞ്ഞാൽ അവസാന ശ്വാസത്തിലും അവസാന മണിക്കൂറിലും അതുപോലെ വേദനിക്കപ്പെട്ടപ്പോഴും തകർക്കപ്പെട്ടപ്പോഴും യേശു ആ സ്വർഗത്തിന്റെ പദ്ധതിയിൽ നിന്നും പിന്തിരിയാതെ, സ്വർഗത്തിന്റെ മനോഭാവത്തിൽ നിന്നും പുറകോട്ട് പോകാതെ മുന്നോട്ട് പോകാൻ ഈശോ തയ്യാറായപ്പോ, എവിടെയാണോ സ്വർഗം തന്റെ കാരുണ്യത്തിന്റെ ആ കൃപയുടെ സമൃദ്ധി വെളിപ്പെടാൻ ദൈവം ആഗ്രഹിച്ചത്, ആ നിമിഷത്തിലേക്ക് എത്തിയപ്പോ സ്വർഗത്തിന്റെ ശക്തമായ കാരുണ്യം യേശുക്രിസ്തുവിലൂടെ ഈ ലോകത്തിന്റെ മേൽ വെളിപ്പെട്ടിട്ട് പിശാചിന്റെ ആധിപത്യം അവിടെ തകരുകയാണ്. പാപത്തിന്റെ കെട്ടുകൾ അവിടെ അഴിയുകയാണ്. ഹല്ലേലൂയ. മക്കളെ, നമ്മുടെ ഈ ജീവിതയാത്രയിൽ ദൈവത്തിന്റെ കരുണ വെളിപ്പെടും എന്നുള്ളത് 100% ഉറപ്പാണ്. പക്ഷേ ഈ കാരുണ്യം വെളിപ്പെടാൻ ആഗ്രഹിക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന തിന്മയുടെ പ്രവർത്തനമുണ്ട്, പിശാചിന്റെ ഒരു പ്രവർത്തനമുണ്ട്. അതിനെ നമ്മൾ തകർക്കണം. അത് മനസ്സിലാക്കിയിട്ട് ദൈവാലോചനയോടെ ദൈവഹിതത്തിനും ദൈവവചനത്തിനും പരിശുദ്ധാത്മാവിന്റെ പ്രേരണയ്ക്കും മാത്രം നമ്മളെ വിട്ടുകൊടുത്തിട്ട് യേശുക്രിസ്തുവിൽ വെളിപ്പെട്ട തന്റെ കാരുണ്യത്തിന്റെ തികവിലേക്കുള്ള യാത്രയിൽ യേശുക്രിസ്തുവിൽ വെളിപ്പെട്ട അതേ മനോഭാവങ്ങൾ നമ്മളിലും വെളിപ്പെടുത്തിക്കൊണ്ട് സ്നേഹത്തിന്റെ, ക്ഷമയുടെ, കാരുണ്യത്തിന്റെ, ദയയുടെ, നന്മയുടെ ഒക്കെ വെളിപ്പെടുത്തലുമായി മുന്നോട്ട് പോകുമുണ്ടല്ലോ, പിശാചിന് ആ നിമിഷം നിന്നെ തൊടാൻ പറ്റില്ല. അപ്പൊ എവിടെ എത്തി നിൽക്കുന്നുവോ, എവിടെ എത്തിച്ചേരാൻ ദൈവം ആഗ്രഹിക്കുന്നുവോ, അവിടെ എത്തിച്ചേരുമ്പോൾ നിന്നിലൂടെ വെളിപ്പെടുന്ന കൃപയുടെ സമൃദ്ധി ഉണ്ടല്ലോ, അതിലൂടെ നീ മാത്രമല്ല, നിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അനേകം ജീവിതങ്ങളെ ദൈവത്തിന്റെ കാരുണ്യം ആ നിമിഷം വീണ്ടെടുക്കും. യേശുക്രിസ്തുവിലൂടെ ലോകത്തെ മുഴുവനും പിതാവായ ദൈവം തന്റെ കാരുണ്യം കൊണ്ട് വീണ്ടെടുത്തെങ്കിൽ, മക്കളെ, എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഈ ദൈവത്തിന്റെ കരുണയുടെ സമൃദ്ധി വെളിപ്പെടുമ്പോ നമ്മളിലൂടെ അനേകര് വീണ്ടെടുക്കപ്പെടുന്ന അനുഭവം ഉണ്ടാകും. ഹല്ലേലൂയ. ഈ കാരുണ്യത്തിൽ മാത്രമേ വീണ്ടെടുപ്പുള്ളൂ എന്ന് മനസ്സിലാക്കുക. സ്വർഗരാജ്യത്തിനായി, നിത്യജീവിതത്തിനായി ഒരാത്മാവ് വീണ്ടെടുക്കപ്പെടണമെങ്കിൽ നിശ്ചയമായും ദൈവത്തിന്റെ കാരുണ്യം അവന്റെ ആത്മാവിലേക്ക് ഒഴുകിയിറങ്ങേണ്ടതുണ്ട്. ഒരുവന്റെ ആത്മാവിലേക്ക്, അന്തരാത്മാവിലേക്ക് ദൈവത്തിന്റെ കരുണ ഒഴുകിയിറങ്ങിയാൽ മാത്രമേ ആത്മാവിന് വീണ്ടെടുപ്പുള്ളൂ. വീണ്ടെടുക്കപ്പെടാതെ സ്വർഗരാജ്യത്തിന്റെ നിത്യജീവിതത്തിന് അവകാശിയായി തീരാൻ പറ്റില്ല. വീണ്ടെടുപ്പ് സാധ്യമാകുമ്പോ, എന്നിൽ ഈ വീണ്ടെടുപ്പ് സംഭവിക്കുമ്പോ എന്നിലൂടെ സ്വർഗം അനേകരെ ദൈവത്തിന്റെ കാരുണ്യത്തിൽ വീണ്ടെടുക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാകും. അതിനുവേണ്ടിയാണ് മക്കളെ സ്വർഗം തന്റെ കരുണയാൽ എന്നെ വീണ്ടെടുക്കുന്നതെന്ന് തിരിച്ചറിയണം. എന്തിനാ ദൈവം നിന്റെ മേൽ സ്വർഗത്തിന്റെ കരുണ വർഷിക്കുന്നത്? എന്തിനാ സ്വർഗം എന്റെയും നിങ്ങളുടെ മേൽ, നമ്മുടെ ജീവിതങ്ങളുടെ മേൽ ദൈവത്തിന്റെ കരുണ വർഷിക്കുന്നത്? നമ്മളിലൂടെ വീണ്ടെടുക്കപ്പെടേണ്ട ആരൊക്കെയോ നമ്മുടെ ജീവിതത്തിൽ ദൈവം അവശേഷിപ്പിച്ചിട്ടുണ്ടെന്ന് അറിയണം. എന്നിലൂടെ മാത്രം വീണ്ടെടുക്കപ്പെടേണ്ട ചില ജീവിതങ്ങൾ ഉണ്ടെന്ന് നമ്മൾ അറിയണം. അപ്പോ നിരന്തരമായ ദൈവത്തിന്റെ കാരുണ്യത്തിൽ നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മളിലൂടെ ആരൊക്കെയോ വീണ്ടെടുക്കപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ടോ, അവരുടെയൊക്കെ വീണ്ടെടുപ്പ് അതിലൂടെ സാധ്യമായിക്കൊള്ളും. ഹല്ലേലൂയ. അപ്പോ ഈ കാരുണ്യത്തെ നിരസിച്ചു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ചു, സംഭവിക്കുന്നതിനാ നിത്യനാശത്തിലേക്ക് അല്ലെങ്കിൽ ആത്മനാശത്തിലേക്കല്ലേ കടന്നു പോകുന്നത് എത്രയോ പേര്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് കർത്താവ് കരുണ കാണിക്കുന്നത്?
കർത്താവ് എന്തിനാ കരുണ കാണിക്കുന്നത്? കർത്താവ് എന്തിനാ ദീർഘക്ഷമ കാണിക്കുന്നത്? കർത്താവ് എന്തിനാ ഇങ്ങനെ പാപം ചെയ്തിട്ടും തെറ്റ് ചെയ്തിട്ടും തമ്പുരാൻ വീണ്ടും വീണ്ടും ക്ഷമിക്കുന്ന എന്തിനാ? നിന്നെ അനുതാപത്തിലേക്ക് നയിക്കാൻ, നിന്റെ അനുതാപത്തിലേക്ക് നയിക്കുക എന്നുള്ളതാണ് കർത്താവിന്റെ കാരുണ്യത്തിന്റെ ലക്ഷ്യം. അപ്പോ ഞാനും നിങ്ങളും യേശുക്രിസ്തുവിലൂടെ പിതാവായ ദൈവം വെളിപ്പെടുത്തിയ ദൈവത്തിന്റെ അനന്തമായ കാരുണ്യത്തിന്റെ പങ്കുകാരായി ഈ ദിവസങ്ങളിൽ മാറുമ്പോൾ മക്കളെ, നമ്മളെ അനുതാപത്തിലേക്ക് തമ്പുരാൻ നയിച്ചിട്ട് നമ്മളിലൂടെ അനേകരെ ദൈവസ്നേഹത്തിന്റെയും ദൈവകാരുണ്യത്തിന്റെയും അനുഭവത്തിലേക്ക് കർത്താവ് കൈപിടിച്ചുയർത്തുന്നുണ്ട്. ഹല്ലേലൂയ. ഈ രാത്രികാലം തുറന്നു വരുന്ന ആരാധന നിമിഷങ്ങളിൽ നമ്മൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കാൻ പോവാം. എത്ര കുടുംബങ്ങളിലാണെന്നറിയാവോ ദൈവത്തിന്റെ കരുണ വെളിപ്പെടേണ്ടതിന് പകരം പിശാച് അതൊക്കെ അടച്ചു കളഞ്ഞിരിക്കുന്നത്. ചില പ്രത്യേക സാഹചര്യങ്ങൾ കൊണ്ടും പ്രത്യേക അനുഭവങ്ങൾ കൊണ്ടൊക്കെ ദൈവത്തിന്റെ കരുണ വെളിപ്പെടാതെ കെട്ടപ്പെട്ട് കിടക്കുന്ന, അടഞ്ഞു കിടക്കുന്ന എത്രയോ കുടുംബങ്ങൾ, എത്രയോ ജീവിതങ്ങളുണ്ടെന്നറിയാം മക്കളെ. ദൈവത്തിന്റെ കരുണ വെളിപ്പെട്ട ഒരൊറ്റ നിമിഷം കൊണ്ട് നിന്റെ ജീവിതത്തിൽ അടഞ്ഞു പോയതും നിന്റെ ജീവിതത്തിൽ ഇന്നോളം ഇങ്ങനെ മൂടപ്പെട്ടതുമായ മേഖലകളൊക്കെ പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കും. അത്ഭുതങ്ങൾ ഈ രാത്രികാലം നീങ്ങണം. ഈ നിമിഷം, ഈ വരുന്ന ബാക്കി ശേഷിക്കുന്ന 10-25 മിനിറ്റുകൾ നമ്മൾ ദിവ്യകാരുണ്യത്തിന്റെ മുമ്പിൽ കർത്താവിന്റെ കാരുണ്യത്തിന് വേണ്ടി യാചിക്കുന്ന നിമിഷങ്ങളിൽ മക്കളെ ഹൃദയം തുറക്കാൻ കർത്താവിന് വേണ്ടി നിന്റെ ജീവിതത്തെ തുറന്നു വെക്കാൻ നീ തയ്യാറാണെങ്കിൽ, പാപം ഉപേക്ഷിക്കാൻ തയ്യാറാണെങ്കിൽ, പാപത്തിന്റെ മേഖലകളെ വെറുത്തുപേക്ഷിക്കാൻ തയ്യാറാണെങ്കിൽ, എല്ലാ ഒളിഞ്ഞു കിടക്കുന്ന സ്വകാര്യ പാപങ്ങളെയും നീ അനാവരണം ചെയ്യാൻ തയ്യാറാണെങ്കിൽ, തെറ്റുപറ്റിയെന്ന് തമ്പുരാന്റെ മുന്നിൽ പറയാൻ തയ്യാറാണെങ്കിൽ മക്കളെ, ഇപ്പോൾ ഈ നിമിഷം നിന്റെ കുടുംബത്തിലേക്ക്, നിന്റെ ജീവിതത്തിലേക്ക് ദൈവത്തിന്റെ വലിയ കരുണ വർഷിക്കപ്പെടാൻ പോവാ. ആ കാരുണ്യത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ നിമിഷം ദിവ്യകാരുണ്യത്തിന്റെ ആരാധനയിലേക്ക് പ്രവേശിക്കാൻ പോവാം. എഴുന്നേറ്റ് നിൽക്കുകയോ മുട്ടുകുത്താൻ സാധിക്കുന്നവർ മുട്ടുകുത്തുകയോ ഈ നിമിഷം ചെയ്യാം. ദിവ്യകാരുണ്യ ഈശോ ഇതാ നമ്മുടെ മധ്യത്തിലേക്ക് ഇറങ്ങി വരാൻ പോകുന്ന സമയം. മക്കളെ, ഒരു നിമിഷം പോലും പാഴാക്കി കളയരുത്. ദൈവത്തിന്റെ വലിയ കരുണ വെളിപ്പെടുന്ന സമയമാണ്. ഇന്നോളം കണ്ടിട്ടില്ലാത്ത രീതിയിൽ, ഇന്നോളം അനുഭവിച്ചിട്ടില്ലാത്ത രീതിയിൽ ദൈവത്തിന്റെ കാരുണ്യത്തിന്റെ സമൃദ്ധി ഇതാ നിന്നിലേക്കും നിന്റെ കുടുംബത്തിലേക്ക് ഒഴുകിയിറങ്ങുന്ന സമയം. ആരാധനയുടെ ഗാനം ആലപിച്ച് ഈശോയെ നമ്മുടെ മധ്യത്തിലേക്ക് ഈ നിമിഷം നമുക്ക് സ്വീകരിക്കാം. ഇത്രയും സ്നേഹിച്ചാൽ പോരാ, അങ്ങേ ഇത്രമേലാരാധിച്ചാൽ പോരാ. ഇത്രയും സ്നേഹിച്ചാൽ പോരാ, അങ്ങേ ഇത്രമേലാരാധിച്ചാൽ പോരാ. എനിക്കുള്ളതിനേക്കാൾ എൻ ജീവനേക്കാൾ അങ്ങേ സ്നേഹിപ്പാനാണെനിക്കാശ. എനിക്കുള്ളതിനേക്കാൾ എൻ ജീവനേക്കാൾ അങ്ങേ സ്നേഹിപ്പാനാണെനിക്കാശ. യേശുവേ ആരാധ്യനേ, 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 യേശുവേ ആരാധ്യനേ. ഇത്രയും സ്നേഹിച്ചാൽ പോരാ, അങ്ങേ ഇത്രമേലാരാധിച്ചാൽ പോരാ. ഇത്രയും സ്നേഹിച്ചാൽ പോരാ, അങ്ങേ ഇത്രമേലാരാധിച്ചാൽ പോരാ.
എനിക്കുള്ളതിനേക്കാൾ എൻ ജീവനേക്കാൾ അങ്ങേ സ്നേഹിപ്പാനാണെനിക്കാശ. എനിക്കുള്ളതിനേക്കാൾ എൻ ജീവനേക്കാൾ അങ്ങേ സ്നേഹിപ്പാനാണെനിക്കാശ. യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ. കൂപ്പുകരങ്ങളോടെ കണ്ണു തുറന്ന് തമ്പുരാനെ കണ്ട് എല്ലാ മക്കളും ആരാധിച്ച് ഈ ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കരങ്ങളെ തുറന്ന് യാചനാപൂർവ്വം പിടിക്കാം. എല്ലാ മക്കളും കണ്ണു തുറന്ന് ദിവ്യകാരുണ്യത്തിലേക്ക് തന്നെ നോക്കാം. വചനം ഇങ്ങനെയാ പറയുന്നത്, അവനെ നോക്കിയവരൊക്കെ പ്രകാശത്തിലാണ്. തമ്പുരാനിലേക്ക് നോക്കുമ്പോൾ നമ്മൾ പ്രകാശിതരാകും എന്ന് പറഞ്ഞാൽ നമ്മളിലുള്ള അന്ധകാരം മാറിപ്പോകുന്നതിനർത്ഥം. നമ്മൾ ഇനിയും പ്രകാശം സ്വന്തമാക്കേണ്ട ചില ജീവിതത്തിന്റെ മേഖലകൾ ഉണ്ടാകാം. ഇപ്പോഴും അന്ധകാരത്തിന്റെ ചില മേഖലകളിൽ നമ്മളെ കുടുക്കിയിട്ടിട്ടുണ്ടാകാം. വെറുപ്പിന്റെ, വിദ്വേഷത്തിന്റെ, അഹന്തയുടെ, അശുദ്ധിയുടെ ഒക്കെ മേഖലകള് ഈ അന്ധകാരത്തിന്റെ മേഖലകളാണ്. ഇവിടെയൊക്കെ കർത്താവിന്റെ പ്രകാശം കടന്നു ചെല്ലണം. യെശയ്യാ പ്രവാചകൻ ഒരിക്കൽ വിളിച്ചു പറഞ്ഞു, കർത്താവേ, ഞാൻ അശുദ്ധമായ അധരങ്ങളുള്ളവനാണ്. ഞാൻ വസിക്കുന്നതോ അശുദ്ധമായ അധരങ്ങളുള്ളവരുടെ മധ്യയാണ്. തൻ്റെ പാപമെന്തെന്ന്, തൻ്റെ കുറവെന്തെന്ന്, തൻ്റെ ബലഹീനത എന്തെന്ന്, തൻ്റെ വീഴ്ച എന്തെന്ന് മനസ്സിലാക്കിയ യെശയ്യാ വിളിച്ചു പറയാ, ദൈവമേ, ഞാൻ അശുദ്ധമായ അധരങ്ങളുള്ളവനും അശുദ്ധമായ അധരങ്ങളുള്ളവരുടെ മധ്യ വസിക്കുന്നവനുമാണ്. ആ പ്രാർത്ഥന കഴിഞ്ഞപ്പോ ഒരു ഏറ്റുപറച്ചിൽ കഴിഞ്ഞപ്പോ സംഭവിച്ചെന്നാന്നറിയാവോ? സ്വർഗത്തിൽ നിന്നും കുടിൽ കൊണ്ട് ഒരു തീക്കനൽ എടുത്തിട്ട് യെശയ്യായുടെ അധരങ്ങളിൽ വെച്ചു കൊടുത്തിട്ട് പറഞ്ഞു, എന്റെ നാവ് വിശുദ്ധീകരിക്കപ്പെടട്ടെ. ആ സമയം തന്നെ അവന്റെ അധരങ്ങൾ വിശുദ്ധീകരിക്കപ്പെട്ടു. എന്നിട്ട് അവനെ കർത്താവ് അയക്കുകയാണ് ദൈവരാജ്യത്തിന് വേണ്ടി പ്രവാചകനായി തമ്പുരാൻ അയക്കുകയാണ്. മക്കളെ, നമ്മുടെ ജീവിതത്തിലില്ലേ, നമ്മുടെ സ്വകാര്യതകളില്ലേ ചില പാപത്തിന്റെ മേഖലകൾ ഇനിയും അനാവരണം ചെയ്യപ്പെടാൻ. ആരും അറിയാതെ, ആരും കാണുന്നില്ലല്ലോ എന്ന് കരുതി നമ്മുടെ ചില സ്വകാര്യതകൾ, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ചില പാപത്തിന്റെ മേഖലകളിൽ നമ്മളിപ്പോഴും സന്തോഷം കണ്ടെത്തുന്ന, താലോലിച്ചു കൊണ്ടിരിക്കുന്ന ചില പാപത്തിന്റെ സുഖങ്ങളില്ലേ? ജഡിക പാപങ്ങളാകാം, ചിന്തകളിലൂടെ ഏറ്റെടുക്കുന്ന ചില പാപത്തിന്റെ സുഖങ്ങളാകാം. പക്ഷെ മൊബൈലിലൂടെയും കമ്പ്യൂട്ടറിലൂടെയും എല്ലാം കണ്ടും കേട്ടും ആസ്വദിച്ചും ഒക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില പാപത്തിന്റെ സുഖങ്ങളാണ്. എല്ലാം ഉപേക്ഷിക്കാൻ തയ്യാറായിട്ടും, പല മേഖലകളിൽ വിശുദ്ധീകരണത്തിന് തയ്യാറായിട്ടും ഇന്നും വിശുദ്ധീകരിക്കപ്പെടാത്ത ചില മേഖലകൾ നിന്റെ ജീവിതത്തിലില്ല. പക്ഷേ ആ മേഖലകളിൽ വിശുദ്ധീകരിക്കപ്പെടാൻ ഒരു ഏറ്റുപറച്ചിൽ തയ്യാറായാൽ നിന്റെ ജീവിതത്തിലേക്ക്, നിന്റെ കുടുംബത്തിലേക്ക്, നിന്റെ തലമുറകളിലേക്ക് ഒരുപക്ഷെ ദൈവത്തിന്റെ വലിയ കൃപ വർഷിക്കപ്പെടും. സോളമനോട് കർത്താവ് പറഞ്ഞാന്നറിയാവോ? നിന്റെ പാപം ഉണ്ടല്ലോ, നിന്റെ മ്ലേച്ഛതയുണ്ടല്ലോ, നിന്നെ മാത്രമല്ല നിന്റെ തലമുറകളെ വരെ മലിനമാക്കിയില്ലേ എന്ന്. നിന്റെ പാപം നിന്നെയും നിന്റെ തലമുറകളെയും മലിനമാക്കി കളഞ്ഞില്ലേ എന്ന സോളമനോട് കർത്താവ് ചോദിച്ചത്. പക്ഷെ നമ്മുടെയൊക്കെ ചില പാപം മൂലം ഒരൊറ്റ കുടുംബത്തിന്റെ വരെ ദൈവാനുഗ്രഹം അടഞ്ഞു പോയിട്ടുണ്ടാകും. നമ്മുടെ ഒരു തീരുമാനം മൂലം കുടുംബത്തിലേക്ക് ഇവർ വെളിപ്പെടേണ്ട ദൈവത്തിന്റെ കാരുണ്യം ഇന്ന് അടഞ്ഞു പോയിട്ടുണ്ടാകും. വെറുപ്പും വിദ്വേഷവും വൈരാഗ്യ ചിന്തയും ഒക്കെയായി നീ കഴിയാൻ തുടങ്ങിയിട്ട് എത്രയോ നാളായി.
ഒന്ന് എളിമപ്പെട്ടാൽ, ഒന്ന് വിട്ടുകൊടുത്താൽ തീരാനുള്ളത് ഉള്ളായിരുന്നല്ലേ ചില പ്രശ്നങ്ങള്. എന്നിട്ടും നിന്റെ അഹങ്കാരം അതിന് അനുവദിച്ചില്ലല്ലോ. എന്നിട്ടും നിന്റെ അഹങ്കാരം ഞാനെന്നുള്ള ഭാവം, നീ എന്തോ ആണെന്നുള്ള ചിന്ത എളിമപ്പെടാൻ നിന്നെ അനുവദിച്ചില്ലല്ലോ. അതുകൊണ്ടെന്താ? ദൈവത്തിന്റെ കരുണ വെളിപ്പെടാതെ എത്രയോ നാളുകള് നീ നിന്റെ കുടുംബവും കഴിഞ്ഞു. മോളെ ഒന്ന് എളിമപ്പെട്ടെ, മോനെ ഒന്ന് എളിമപ്പെട്ടെ. നീ എന്തിനെ കുറിച്ച് അഹങ്കരിക്കുന്നു? അതെല്ലാം ദൈവത്തിന്റെ ദാനമല്ലേ. ഒരൊറ്റ നിമിഷം പോരെ ഇതെല്ലാം തകർന്നു പോകാൻ. നീ കെട്ടിപ്പൊക്കിയതൊക്കെ തകർന്നു പോകാൻ, ചീട്ടുകൊട്ടാരം പോലെ തകർന്നു പോകാൻ തമ്പുരാൻ തന്റെ കാരുണ്യം ഒന്ന് പിൻവലിച്ചാ പോരെ. ദൈവത്തിന്റെ വലിയ കരുണ മക്കളെ നമ്മുടെ മേൽ വെളിപ്പെടുന്ന നിമിഷമാണിത്. ഈ ദിവ്യകാരുണ്യത്തിൽ നിന്നും ഈശോ എന്നെയും നിങ്ങളെയും നമ്മുടെ കുടുംബങ്ങളെയെല്ലാം തന്റെ കാരുണ്യം കൊണ്ട് ഇങ്ങനെ മുക്കിയെടുക്കുന്ന സമയമാണ്. ആഗ്രഹിച്ച് പ്രത്യേകിച്ച് വിശുദ്ധീകരിക്കപ്പെടേണ്ട മേഖലകളെല്ലാം മക്കളെ ഒന്ന് കൊടുത്തേ. പക്ഷെ നിനക്കറിയാം, നിന്റെ ഈ തീരുമാനം കൊണ്ട് നിന്റെ കുടുംബത്തിന്റെ ഈ പാപകരമായ ചില മേഖലകൾ കാരണമാണ് ഇന്നും എന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടാതെ കിടക്കുന്ന അറിയാം. എത്രയോ പേര് പറഞ്ഞിട്ടുണ്ട്, അച്ഛാ ഞങ്ങൾക്കറിയാം, ഞങ്ങളുടെ ഈ അവസ്ഥ കൊണ്ടാണ്, ഞങ്ങളുടെ തീരുമാനം കൊണ്ടാണ്, ഞങ്ങളുടെ ഈ പാപത്തിന്റെ മേഖലകളാണ്, ഞങ്ങളുടെ അവിശ്വാസം കൊണ്ടാണെന്നും ഒക്കെ അറിയാം. പക്ഷെ തിരുത്താൻ തയ്യാറാകണ്ടേ? തീരുമാനമെടുത്ത മക്കളെ, പാപം ഏറ്റുപറയുന്നിടത്ത് ദൈവത്തിന്റെ കരുണ വെളിപ്പെടും. പാപം അനാവരണം ചെയ്യാൻ നീ തയ്യാറാണോ? ചില അവിശുദ്ധ ബന്ധങ്ങൾ ഉപേക്ഷിക്കാൻ തയ്യാറാണോ? ചില പാപ കൂട്ടുകെട്ടുകളെ ഉപേക്ഷിക്കാൻ തയ്യാറാണോ? എന്തിനോടൊക്കെ നീ പാപകരമായ ചില ജീവിതത്തിന്റെ മേഖലയിൽ കൂട്ടുകൂടിയിട്ടുണ്ടോ അതെല്ലാം ഉപേക്ഷിക്കാൻ തയ്യാറാകുമ്പോൾ ദൈവത്തിന്റെ വലിയ കരുണ നിന്നിലേക്ക് ഒഴുകും. നിന്നിലേക്ക്, നിന്റെ കുടുംബത്തിലേക്ക് ഒഴുകിയിറങ്ങാൻ തുടങ്ങും. കരങ്ങളെ യാചനാപൂർവ്വം പിടിച്ചുകൊണ്ട് തന്നെ കണ്ണു തുറന്ന് ഈശോയെ നോക്കി എല്ലാ മക്കളും പ്രാർത്ഥിച്ചേ. നിന്റെ ആകുലതകൾ അടിയട്ടെ, അത് ഈശോയ്ക്ക് കൊടുക്ക്. നിന്റെ നിരാശകൾ മാറട്ടെ, അത് ഈശോയ്ക്ക് കൊടുക്ക്. നിന്റെ സങ്കടങ്ങളിലേക്ക് ഈശോ ഇറങ്ങി വരട്ടെ, അത് ഈശോയ്ക്ക് കൊടുക്ക്. നീ എവിടെയൊക്കെ ദൈവം ഇറങ്ങി പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവോ ആ മേഖല തമ്പുരാന്റെ മുമ്പിൽ തുറന്നു വെക്ക്. നിന്റെ ഹൃദയമാകുന്ന വാതിൽ അടച്ചു പിടിച്ചിട്ട് തമ്പുരാന്റെ പ്രകാശം കടന്നു വരുന്നില്ല എന്ന്, ദൈവത്തിന്റെ കരുണ വെളിപ്പെടില്ല എന്ന് നിനക്ക് എങ്ങനെ പറയാൻ പറ്റും? തുറന്നു വെക്ക്. നിന്റെ മക്കളിലേക്ക് ദൈവത്തിന്റെ കരുണ വെളിപ്പെടണമോ? നിന്റെ ശരീരത്തിന്റെ രോഗങ്ങളിലേക്ക് ദൈവത്തിന്റെ കാരുണ്യം വെളിപ്പെടണമോ? ശരീരം കൊണ്ട് ചെയ്ത ഏതെങ്കിലും പാപത്തിന്റെ മേഖലകളുണ്ടെങ്കിൽ തുറന്നു വെക്ക്. ഇന്ന് നീ കടന്നു പോകുന്ന ചില ശാരീരിക പാപങ്ങള് നിന്റെ ശരീരത്തിന്റെ മേൽ വെളിപ്പെട്ട പാപത്തിന്റെ കെട്ടുകളാണെങ്കിൽ അത് അനാവരണം ചെയ്യപ്പെടുമ്പോ ദൈവത്തിന്റെ കരുണ നിന്റെ രോഗങ്ങളിലേക്ക് വെളിപ്പെടാൻ തുടങ്ങും. നിന്റെ കുടുംബം ഇന്നും അസമാധാനത്തിലും അസന്തോഷത്തിലും സാമ്പത്തിക ബാധ്യതയിലും കടബാധ്യതയിലും കെട്ടപ്പെട്ട ചില ജീവിതത്തിന്റെ അനുഭവങ്ങളിലും എവിടെ ചെന്ന് തൊട്ടാലും തടസ്സവും നഷ്ടമായി കടന്നു പോകുന്നുണ്ടെങ്കിൽ, ചില പാപത്തിന്റെ മേഖലകൾ ഇനിയും അനാവരണം ചെയ്യപ്പെടേണ്ടതുണ്ടെങ്കിൽ മക്കളെ അതൊന്ന് അനാവരണം ചെയ്യാൻ, അതൊന്ന് തുറന്നു കാണിക്കാൻ, അതേക്കുറിച്ച് ഏറ്റു പറയാൻ, ഒന്ന് അനുദപിക്കാൻ തയ്യാറാകുമ്പോ ഇപ്പോൾ തന്നെ അടഞ്ഞു പോയതെല്ലാം തുറക്കപ്പെടും. വിശ്വസിക്ക്. ഇപ്പൊ തന്നെ ആ കെട്ടുകൾ അടിയും. തമ്പുരാന്റെ കരുണ ഈ നിമിഷം തന്നെ നിന്നിലേക്ക് തുറന്നു വെക്ക്, തുറന്നു വെക്ക്, തുറന്നു വെക്ക്. തമ്പുരാൻ പ്രവർത്തിക്കട്ടെ. ആകുലതയുണ്ടോ? തുറന്നു വെക്ക്. ആകുലതയുടെ വിഷയത്തിലേക്ക് ദൈവത്തിന്റെ പ്രകാശം കടന്നു ചെല്ലട്ടെ. നിരാശയുണ്ടോ? ആ വിഷയങ്ങൾ തുറന്നു വെക്ക്. ആ വിഷയത്തിലേക്ക് ദൈവത്തിന്റെ പ്രകാശം കടന്നു ചെല്ലട്ടെ. ഭയവും ഭാരവും നിന്നെ അലട്ടുന്നുണ്ടോ? ആ ഭയത്തിന്റെ മേഖലകളെല്ലാം തമ്പുരാന്റെ മുമ്പിൽ എടുത്തു വെക്ക്. അതിലേക്കെല്ലാം ദൈവത്തിന്റെ കരുണ വെളിപ്പെടട്ടെ. ദൈവത്തിന്റെ ശക്തി പ്രകടമാകാത്തതല്ലേ നിന്റെ ദുഃഖത്തിന് കാരണം. ഈശോയേ, ഓ ദൈവമേ, ഇതാ എന്റെ ജീവിതം നിന്റെ മുമ്പിൽ തുറന്നു വയ്ക്കുന്നു. എന്റെ ആഗ്രഹങ്ങളും എന്റെ ആശങ്കകളും എന്റെ ആകുലതകളും ഓ ദൈവമേ നിന്റെ മുമ്പിൽ തുറന്നു വയ്ക്കുന്നു. ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ഇതാ അപ്പാ നിന്റെ മുമ്പിൽ നിൽക്കുന്നു. ഞങ്ങൾക്കറിയില്ല ദൈവമേ എന്തെല്ലാം പാപങ്ങളാണ് ഞങ്ങളോ ഞങ്ങളുടെ മാതാപിതാക്കളോ വഴി ചെയ്തൊന്നും ഒന്നും അറിയില്ല ദൈവമേ. എന്നാലും നിന്റെ കാരുണ്യത്തിനായി ഇതാ ഞങ്ങളെ യാചിക്കുന്നു. എവിടെയെങ്കിലും ഞങ്ങൾ ഇനിയും പാപത്തിൽ അഴകപ്പെട്ടാണ് കിടക്കുന്നതെങ്കിൽ പരിശുദ്ധാത്മാവേ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരാൻ പറ. ഞങ്ങൾക്കറിയില്ല തമ്പുരാനെ ഏതാ ഉപേക്ഷിക്കേണ്ടതെന്ന്, ഏതാണ് സ്വീകരിക്കേണ്ടതെന്ന്, ഏതാണ് തള്ളിക്കളയേണ്ടത്. ഓ പരിശുദ്ധാത്മാവേ ജ്ഞാനം തരാൻ പറ, വിവേചന ശക്തി തരാൻ പറ, പാപത്തെ ഉപേക്ഷിക്കാനുള്ള കരുത്ത് തരാൻ പറ. യെശയ്യാ പ്രവാചകൻ 5:20 നമ്മൾ വായിക്കുന്നില്ലേ, നന്മയെ തിന്മയെന്നും തിന്മയെ നന്മയെന്നും ഗണിക്കുന്നവന് ദുരിതം, പ്രകാശത്തെ അന്ധകാരമെന്നും അന്ധകാരത്തെ പ്രകാശമെന്നും വിളിക്കുന്നവനും ദുരിതം. ഓ കർത്താവേ, കയ്പിനെ മധുരമെന്നും മധുരത്തെ കയ്പായും ഗണിക്കുന്നവന് ദുരിതമെന്നല്ലേ വചനത്തിൽ പറഞ്ഞത്. ഈശോയേ അറിയില്ല കർത്താവേ, പരിശുദ്ധാത്മാവിൽ ഞങ്ങൾക്ക് വിവേചനത്തിന്റെ വരം തരണമേ, ജ്ഞാനം തരണമേ എന്ന് പ്രാർത്ഥിക്കട്ടെ.
കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് നല്ല തീരുമാനങ്ങൾ എടുക്കുക. നല്ല തീരുമാനങ്ങൾ എടുക്കുക. ദൈവത്തിന്റെ കാരുണ്യം വെളിപ്പെടുന്നതിന് തടസ്സമായി നിലനിൽക്കുന്ന പാപത്തിന്റെ വഴികളെ ഉപേക്ഷിക്കാനുള്ള തീരുമാനമെടുത്തിട്ട് പറ, ഈശോയെ നിന്റെ കാരുണ്യം എന്റെ ആത്മാവിലേക്ക് നീ വർഷിക്കണമേ. ഇതാ ഞാൻ സകലതും ഉപേക്ഷിക്കാൻ, പാപത്തിന്റെ എല്ലാ വഴികളെയും ഉപേക്ഷിക്കാൻ ഞാൻ തീരുമാനമെടുക്കുന്നു. ആഗ്രഹത്തോടെ തമ്പുരാന്റെ മുമ്പിൽ ഒരു ഏറ്റുപറച്ചിൽ തയ്യാറായി എല്ലാ മക്കളും ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. അലിവു തോന്നണേ ഈശോയെ, പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. ഈശോയെ കരുണ തോന്നണേ എന്നിൽ, അലിവു തോന്നണേ. പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. കരുണ തോന്നണേ എന്നിൽ, അലിവു തോന്നണേ. പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഇരു മക്കൾ, എല്ലാ മക്കളും ഇരു കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് സങ്കീർത്തനം 61, 1, 2 തിരുവചനങ്ങൾ. ദൈവമേ, എന്റെ നിലവിളി നീ കേൾക്കണമേ, എന്റെ പ്രാർത്ഥന നീ ചെവിക്കൊള്ളണമേ. ഹൃദയം തകർന്ന ഞാൻ ഭൂമിയുടെ അതിർത്തിയിൽ നിന്ന് അവിടത്തോട് വിളിച്ചപേക്ഷിക്കുന്നു. എനിക്ക് അപ്രാപ്യമായ പാറയിൽ എന്നെ കയറ്റി നിർത്തണമേ. ഓ ദൈവമേ, എന്റെ നിലവിളി നീ കേൾക്കണമേ, എന്റെ പ്രാർത്ഥന ജപിക്കൊള്ളണമേ. ഹൃദയം തകർന്ന ഞാൻ ഈ ഭൂമിയുടെ അതിർത്തിയിൽ നിന്ന് അങ്ങയെ വിളിക്കുന്നു. എനിക്ക് അപ്രാപ്യമായ പാറയിൽ നീ കയറ്റി നിർത്തണമേ എന്ന് പറഞ്ഞാൽ, എനിക്ക് കയറാൻ പറ്റാത്ത പാറമേൽ നീ എന്നെ കൈപിടിച്ച് ഉയർത്തി നിർത്തണമേ. തമ്പുരാനെ, നിന്റെ മുമ്പിൽ നിലവിളിക്കുന്ന മക്കളുണ്ട്. നിന്റെ കാരുണ്യത്തിന് വേണ്ടി കരയുന്ന മക്കൾ ഇതിനകത്തുണ്ട്. ഹൃദയം വിങ്ങുന്ന അനുഭവത്തിലൂടെ കടന്നു പോകുന്നവരുണ്ട്. ഒത്തിരി സങ്കടങ്ങൾ ഉള്ളിൽ ഒതുക്കി ജീവിക്കുന്ന മക്കളുണ്ട്. ഒത്തിരി സ്വകാര്യ ദുഃഖങ്ങൾ പേറുന്ന മക്കളുണ്ട്. ആരോട് പറയാൻ, ആര് കേൾക്കാൻ? ആര് സങ്കടങ്ങൾ എന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ, ആർക്കും എന്നെ വേണ്ടല്ലോ, തമ്പുരാനെ എന്റെ ജീവിതം വെറും പാഴായി പോയല്ലോ എന്നൊക്കെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന മക്കൾ ഇതിനകത്തുണ്ട്. ഓ ദൈവമേ, സങ്കടങ്ങളുടെ നടുവിൽ ജീവിക്കുന്ന ചില ജീവിതങ്ങള്, ദുഃഖഭാരം പേറുന്ന മക്കള്, കുറ്റബോധത്തിൽ അകപ്പെട്ടു പോയ ജീവിതങ്ങള്. ദൈവമേ, ഇതാ ഹൃദയം തകർന്ന അവസ്ഥയിൽ ഭൂമിയുടെ അതിർത്തികളിൽ നിന്നുകൊണ്ട് ഈ മക്കൾ നിന്നെ വിളിക്കുന്നു. ഓ ദൈവമേ, ഈ മക്കളുടെ കഴിവും പരിശ്രമവും പരാജയപ്പെട്ട് നിൽക്കുന്ന ഈ അവസ്ഥയിൽ ദൈവമേ, നിനക്ക് മാത്രം സാധ്യമാകുന്ന അപ്രാപ്യമായ പാറമേൽ ഇവരെ കൈപിടിച്ച് നീ നിർത്തണമേ. മക്കളെ, കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഒരിക്കൽ കൂടി കണ്ണു തുറന്ന കർത്താവിനെ കണ്ട് എല്ലാം സാധ്യമാക്കുന്ന കർത്താവ് ഇതാ ഈ അൾത്താരയിലുണ്ട്. നിനക്ക് ഇന്നോളം കഴിയാതെ പോയത്, നിനക്ക് ഇന്നോളം സാധിക്കാതെ പോയത്, ഇന്നോളം നീ പരിശ്രമിച്ചിട്ട് നടക്കാതെ പോയ ജീവിതത്തിന്റെ മേഖലകളിൽ ഇതാ ദൈവത്തിന്റെ കരുണ വെളിപ്പെടാൻ പോവാ. ഇതാ ദൈവത്തിന്റെ കാരുണ്യം വെളിപ്പെടാൻ പോവാ. ഇതാ ദൈവത്തിന്റെ അതിശക്തമായ കരുണ നിന്നിലേക്ക് വെളിപ്പെടാൻ പോവാ. എവിടെയൊക്കെ സാത്താൻ അടച്ചു കളഞ്ഞോ, എവിടെയൊക്കെ പിശാച് അടച്ചു കളഞ്ഞോ, ആ മേഖലകളിലെല്ലാം ദൈവത്തിന്റെ അത്ഭുതകരമായ കരുണ വെളിപ്പെടാൻ പോവാ. കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, നിന്റെ കരുണ വെളിപ്പെടുത്തണമേ. ഓ ദൈവമേ, നിന്റെ കാരുണ്യത്തിന് വേണ്ടി യാചിക്കുന്ന മക്കളെ നീ ഈ നിമിഷം വീണ്ടെടുക്കണമേ. ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, കരുണയ്ക്കായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളിൽ കനിയേണമേ. ആമേൻ. കരുണയ്ക്കായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളിൽ കനിയേണമേ. കരുണയ്ക്കായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളിൽ
മക്കളെ, നിങ്ങളായിരിക്കുന്നിടങ്ങളിൽ കരങ്ങൾ രണ്ടും മാറോട് ചേർത്ത് കണ്ണ് തുറന്ന് ഈശോയെ നോക്കിക്കോ. ദിവ്യകാരുണ്യത്തിലേക്ക് മാത്രം നോക്കുക, വേറൊന്നും വേണ്ട. ദൈവത്തിന്റെ കാരുണ്യത്തിൽ സമർപ്പിക്കുന്നതൊന്നും തമ്പുരാൻ തള്ളിക്കളയില്ല. കർത്താവിന്റെ ഹൃദയം കരുണ നിറഞ്ഞ ഹൃദയമാണ്. പാപികളെ സ്നേഹിച്ച് 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 സ്വന്തമാക്കുന്ന ഹൃദയമാണ് തമ്പുരാന്റെ ഹൃദയം. ഒരാൾ പോലും നഷ്ടപ്പെട്ടു പോകരുതെന്ന് ആഗ്രഹിക്കുന്ന ഹൃദയമാണ് തമ്പുരാന്റെ ഹൃദയം. നിന്റെ സങ്കടങ്ങളുടെ, നിന്റെ നൊമ്പരങ്ങളുടെ, നിന്റെ ഒറ്റപ്പെടലിന്റെ, നിന്റെ ജീവിതത്തിൽ നീ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ജീവിതത്തിന്റെ സഹനങ്ങളുടെ നടുവിലും നിന്നെ ചേർത്ത് പിടിക്കുന്ന ഇതാ അനന്ത കാരുണ്യം ഈ അൾത്താരയിലുണ്ട്. പരിധികളില്ല മക്കളെ, അവസാനിക്കാത്ത ദൈവത്തിന്റെ കരുണ. ആ കാരുണ്യത്തിലാണ് നീ ഇപ്പോൾ നിൽക്കുന്നത്. ആ കാരുണ്യക്കടലിലാണ് മോളെ മോനെ നീ ഇപ്പോൾ നിൽക്കുന്നത്. ഓ ദൈവമേ, നിന്റെ കാരുണ്യത്തിന് ഞാൻ നന്ദി പറയുന്നു. സങ്കീർത്തകനോട് ചേർന്ന് നമുക്കൊന്ന് പറഞ്ഞാലോ? 13-ാം അധ്യായം 5-6 തിരുവചനങ്ങളിൽ സങ്കീർത്തകൻ ഇങ്ങനെയല്ലേ പറയുക? ഞാൻ അവിടുത്തെ കരുണയിൽ ആശ്രയിക്കുന്നു, എന്റെ ഹൃദയം അങ്ങയുടെ രക്ഷയിൽ ആനന്ദം കൊള്ളും. ഞാൻ അവിടുത്തെ കരുണയിൽ ആശ്രയിക്കുന്നു, എന്റെ ഹൃദയം അങ്ങയുടെ രക്ഷയിൽ ആനന്ദം കൊള്ളും. ഞാൻ കർത്താവിനെ പാടി സ്തുതിക്കും, അവിടുന്ന് എന്നോട് അതിരറ്റ കരുണ കാണിച്ചിരിക്കുന്നു. ഹൃദയം കൊണ്ട് ദൈവത്തിന് നന്ദി പറയാം. ഈ ജീവിതം കൊണ്ട് നിരന്തരം നന്ദി പറയാൻ വിളിക്കപ്പെട്ടവരല്ലേ നമ്മൾ? ദൈവമേ, നിന്റെ കാരുണ്യം, നിന്റെ സ്നേഹം, നിന്റെ കരുതല് എല്ലാറ്റിനും ഈശോയെ നന്ദി പറയുന്നു. ഈ ആരാധനയിൽ ലോകമെമ്പാടും ഇരുന്ന് പങ്കെടുത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഈ മക്കളുടെ എല്ലാ ഹൃദയാഭിലാഷങ്ങളെയും നീ കാണണമേ തമ്പുരാനെ. നീറുന്ന പ്രശ്നങ്ങളുടെ നടുവിലായിരിക്കുന്ന മക്കളുണ്ട്. നാളെയുടെ പ്രഭാതം പൊട്ടി ഉണരുമ്പോ ജീവിതം പോലെ അവസാനിപ്പിക്കാൻ തീരുമാനമെടുത്തിരിക്കുന്ന മക്കൾ ഇതിനകത്തുണ്ടാകും. ചുറ്റുപാടിൽ നിന്നുള്ള സംഘർഷങ്ങളും വേദനകളും കുറ്റപ്പെടുത്തലുകളും ഒറ്റപ്പെടുത്തലുകളും പരിഹാസങ്ങളുടെ ഒക്കെ നടുവിൽ കടന്നു പോകുന്ന ചില ജീവിതങ്ങളുണ്ടാകും. കർത്താവേ, എല്ലാ മേഖലകളും അടഞ്ഞുപോയ മക്കള്, തടസ്സങ്ങൾ ഇങ്ങനെ നേരിട്ട് കൊണ്ടിരിക്കുന്ന ചില ജീവിതത്തിന്റെ മേഖലകൾ, ഒറ്റയ്ക്കിരുന്ന് തമ്പുരാനെ ഇതുപോലുള്ള പല രാത്രികളിലും ഈ മക്കൾ കരഞ്ഞിട്ടുണ്ടാകാം. എത്രയോ രാത്രികളില് ദൈവമേ ചങ്കുപൊട്ടി വേദനിച്ച് ചങ്കുലയ്ക്കുന്ന അനുഭവത്തിലൂടെ ഈ മക്കൾ കടന്നുപോയിട്ടുണ്ട്. ഇത് ഈ രാത്രികാലം നിന്റെ കാരുണ്യം ഈ മക്കളെ വീണ്ടെടുക്കുന്ന രാത്രിയാണല്ലോ തമ്പുരാനെ. ഈ രാത്രികാലം ഇവിടെ കുടുംബങ്ങളെ നീ വീണ്ടെടുക്കുന്ന രാത്രിയാണല്ലോ തമ്പുരാനെ. ഈ രാത്രികാലം ഇവരുടെ സങ്കടങ്ങളെയും ഇവരുടെ കണ്ണുനീരിനെയും ഇവിടെ ജീവിതത്തിന്റെ ദുഃഖ ദുരിതങ്ങളെയും നീ ഏറ്റെടുക്കുന്ന രാത്രിയാണല്ലോ. ഇവിടെ ആശങ്കകളെ ആകുലതകളുടെ മേൽ ദൈവമേ നീ കരുതലോടെ കാണുന്നുണ്ടെന്നും കരുതലോടെ ചേർത്ത് പിടിക്കുന്നുണ്ടെന്നും ഉറക്കെ നീ അൾത്താരയിൽ നിന്ന് പ്രഖ്യാപിക്കുന്ന രാത്രിയാണല്ലോ ഇത്. ദൈവമേ, ഇവരുടെ മക്കളുടെ സങ്കടങ്ങൾ ദൂരീകരിക്കപ്പെടട്ടെ. ഇവിടെ ആശങ്കകൾ ഇപ്പോൾ മാറിപ്പോകട്ടെ. ഇവിടെ ആകുലതകൾക്കെല്ലാം ദൈവത്തിന്റെ കാരുണ്യത്തിൽ ഈ മക്കൾക്ക് ഉത്തരം കിട്ടട്ടെ. തമ്പുരാന്റെ കാരുണ്യത്തിലേക്ക് മക്കളെ നിങ്ങൾ കടന്നു പോകുന്ന എല്ലാ മാനസിക, ശാരീരിക, ആത്മീയ സംഘർഷങ്ങളെയും ഒന്ന് ചേർത്ത് വെച്ച് എടുത്തു വെക്കുക. ദൈവം ഇടപെടുന്ന സമയമാണ്. കർത്താവ് അനേകം കുടുംബങ്ങളെ ഇപ്പോൾ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. വർഷങ്ങളായി അടഞ്ഞു കിടക്കുന്ന ചില മേഖലകളെ തമ്പുരാൻ തുറന്നു തരുന്ന സമയമാണ്. കട്ടപ്പെട്ട് കിടന്ന ചില കുടുംബങ്ങളെ തമ്പുരാൻ ഇതാ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിക്കുന്ന സമയമാണ്. അവിശ്വാസത്തിന്റെ, ഇങ്ങനെ പാപത്തിന്റെയൊക്കെ സ്വാധീനം നിന്നിരുന്ന ചില കുടുംബങ്ങളുടെ അന്തരീക്ഷങ്ങൾ വിശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയമാണ്. പ്രാർത്ഥന ക്ഷയിച്ചു പോയ കുടുംബങ്ങളിൽ പ്രാർത്ഥനയുണ്ടാകുന്ന സമയമായിട്ട് ഇത് മാറട്ടെ. ഓ ദൈവമേ, സ്നേഹം പറ്റി വരണ്ടുപോയ കുടുംബ ബന്ധങ്ങള് ഇതാ ദൈവം തന്റെ കാരുണ്യത്തിൽ, സ്നേഹത്തിൽ വിശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയമാണ്. കൊടുത്തെ മക്കളെ, നിങ്ങളുടെ കുടുംബത്തിന്റെ അസമാധാനത്തെ, അസന്തോഷത്തെ, ഭിന്നതയെ, കലഹത്തെ എല്ലാം കൊടുക്കുക. എന്നിട്ട് ദൈവമേ നിന്റെ കരുണ വെളിപ്പെടുത്താൻ പറഞ്ഞു. എന്നെയും വീണ്ടെടുക്കാൻ, നിന്നെയും വീണ്ടെടുക്കാൻ ഇതാ ഈ അൾത്താരയിൽ ഈശോയുണ്ട്. നിന്നെയും സ്വന്തമാക്കാൻ മാത്രം ആഗ്രഹിച്ചുകൊണ്ട് സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങിയ ഒരു ദൈവം ഈ അൾത്താരയിലുണ്ട്.
യേശുവേ, ഹൃദയം കൊണ്ട് വിളിക്കും മക്കളെ, ഈശോയേ, ഈശോയേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്കു വേണം നിന്നെ, നീ പാപിയാണെന്നാലും. ആമേൻ. എനിക്കു വേണം നിന്നെ, ഈശോയേ, നീ രോഗിയാണെന്നാലും. ആമേൻ. എനിക്കു വേണം നിന്നെ, ഈശോയേ, നീ പാപിയാണെന്നാലും. ഈശോ, എനിക്കു വേണം നിന്നെ, ആമേൻ. നീ രോഗിയാണെന്നാലും. ലോകം നിന്നെ വെറുത്താലും, ക്ലേശം നിന്നെ മതിച്ചാലും, എനിക്കു വേണം നിന്നെ, എനിക്കു വേണം നിന്നെ, എനിക്കു വേണം നിന്നെ, നീ പാപിയാണെന്നാലും. ഈശോയേ, എനിക്കു വേണം നിന്നെ, എനിക്കു വേണം നിന്നെ. മുട്ടുകുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളും ഈ നിമിഷം മുട്ടുകുത്തുന്നു. കരങ്ങളെ മാറോട് ചേർത്ത് പിടിക്കാം. ഈ ദിവ്യകാരുണ്യത്തിൽ നീ സമർപ്പിച്ച നിയോഗം ഉണ്ടല്ലോ, അത് തമ്പുരാൻ നിറവേറ്റി കഴിഞ്ഞു എന്ന് മക്കളെ ഈ നിമിഷം വിശ്വസിക്കും. സംഭവിച്ചു കഴിഞ്ഞു. തമ്പുരാന്റെ കാരുണ്യം ആ വിഷയത്തിന്റെ മേൽ വെളിപ്പെട്ട് കഴിഞ്ഞു എന്ന് വിശ്വസിക്കും. വലിയ പ്രതീക്ഷയോടെ, വലിയ പ്രത്യാശയോടെ നീ ഒന്ന് വിശ്വസിക്കും. ദൈവത്തിന്റെ കാരുണ്യത്തെ ഒരിക്കലും സംശയിക്കേണ്ട മക്കൾ. സംശയിക്കപ്പെടാനാകാത്ത വിധം ദൈവത്തിന്റെ കാരുണ്യം നമ്മളെ പ്രവർത്തിക്കും. ഈ 2 ദിവസങ്ങളിൽ ദൈവം തന്റെ കരുണയാൽ നമ്മളെ സ്വന്തമാക്കിയതിന് നന്ദി പറയാം. നാളത്തെയും നാളത്തെ കഴിഞ്ഞുള്ള രാത്രിയുടെ ശുശ്രൂഷകളെ കൂടി ദൈവത്തിന്റെ കാരുണ്യത്തിലേക്ക് സമർപ്പിക്കാം. ആ ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുക്കുന്ന ബോസ്കോ അച്ഛനെ പ്രത്യേകം ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ഒരു കൺവെൻഷൻ നമുക്കായി ഒരുക്കിയ ഈ ഷക്കീന ടെലിവിഷനെ ഓർത്ത ദൈവത്തിന് നന്ദി പറയാം. സഭയുടെ ശബ്ദമായി കാലഘട്ടത്തിൽ ദൈവം ഉയർത്തിയ ഈ ചാനലിനെയും ഈ ആലയത്തിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും തമ്പുരാനെ നീ അനുഗ്രഹിക്കണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാം. ദൈവരാജ്യത്തെക്കുറിച്ചുള്ള ഇവിടെ എല്ലാ സ്വപ്നങ്ങളെയും പ്രതീക്ഷകളെയും തമ്പുരാനെ നീ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകമെമ്പാടും സുവിശേഷം എത്തിക്കാൻ തമ്പുരാനെ ഷക്കീന ടെലിവിഷനെ നീ ഒരു ഉപകരണമാക്കി മാറ്റുന്നതിന് നന്ദി പറയുന്നു. തുടർന്നും യേശുവിന്റെ കാരുണ്യം അനുഭവിച്ചിട്ടില്ലാത്ത, എത്തിയിട്ടില്ലാത്ത എല്ലായിടങ്ങളിലേക്കും തമ്പുരാനെ ഈ ശുശ്രൂഷയെ നീ വളർത്തണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കരങ്ങളെ 2 ഈശോയിലേക്ക് നീട്ടിപ്പിടിക്കാം. കണ്ണു തുറന്ന കർത്താവിനെ കാണാം. ആരെയൊക്കെ ഈ അൾത്താരയിൽ ഇപ്പോൾ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ, ആരുടെയൊക്കെ ജീവിതത്തിൽ ദൈവത്തിന്റെ കരുണ വെളിപ്പെടണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടോ, ഏതെല്ലാം വിഷയങ്ങളുടെ മേൽ ദൈവത്തിന്റെ കരുണ വെളിപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ, ആ വിഷയങ്ങളുടെ മേലും ദൈവത്തിന്റെ കാരുണ്യം യാചിച്ചുകൊണ്ട് കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് താഴ്ന്ന സ്വരത്തിൽ ഈശോയെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യ ഈശോയുടെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയേ നന്ദി. ഈശ്വരാധന, 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 ഈശ്വരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശ്വരാധന, ഈശ്വരാധന, ഈശ്വരാധന. യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ. പരിശുദ്ധ പരമദിവികാരുണ്യ ഈശോയ്ക്ക്
ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യേശോയ്ക്ക് പരിശുദ്ധ പരമദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.